ഞാൻ തിരുത്തി കുറിക്കുന്നു പറഞ്ഞ ഒരു ദിവസം എന്നോട് GTS പറഞ്ഞ ഒരു ലേഡി ലീഡറാണ്. ഇന്നലെ തന്നെ വന്ന ആളുകൾക്ക് അറിയാൻ പറ്റും. ആ ഒരു കണ്ണുനീർത്തുള്ളിയെ സ്ത്രീയോട് ഉപമിച്ച അല്ലെ, അടിപൊളിയായിട്ട് വണ്ടർഫുൾ ആയിട്ട് മേഡം അത് നല്ല രീതിയിൽ ലേഡീസിനെ ഒരു പ്രൗഡാക്കി കാണിക്കുന്ന ഒരു മൊമെന്റ് ഇന്നലെ മേഡത്തിന്റെ കയ്യിൽ നിന്നുണ്ടായി. ഫാസ്റ്റ് ആയിട്ട് അച്ചീവ് ചെയ്ത് മേഡത്തിന് പോവാനും മേഡത്തിന്റെ ടീമിനും വളരെ ഗ്രോത്ത് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എന്തായാലും വണ്ടർഫുൾ. ഗുഡ് മോർണിംഗ് മേഡം. പറഞ്ഞ പോലെ തന്നെ ഇന്നലെ രാത്രി ഒരുപാട് പ്രതീക്ഷകളോടെ കിടന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും. ഇന്ന് എന്തെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ ഒരുപാട് പ്രതീക്ഷകളുമായിട്ട് സ്വപ്നങ്ങളുമായിട്ട് കിടന്നുറങ്ങിയ ആളുകൾ, ഇന്ന് എണീക്കാത്ത ആളുകൾ ഉണ്ടാവും. അവരെ നമുക്ക് സ്മരിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഒത്തുകൂടാൻ നമുക്ക് എന്താ പറയാ, നമുക്ക് സമ്മാനിച്ച അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള വിധി ഒരുക്കിയ നമ്മുടെ സർവശക്തനെ ഒന്ന് സ്മരിച്ചിട്ട് നമുക്ക് ഈ എന്താ പറയാ ഇന്നത്തെ മീറ്റിംഗ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അൽഹംദുലില്ലാ. ആദ്യമായിട്ട് തന്നെ ഞാൻ എന്റെ പേരൊന്ന് പരിചയപ്പെടുത്തുകയാണ്. അറിയുന്ന ആളുകൾക്കും അറിയാത്തവർക്കും വേണ്ടിയിട്ട് ഒന്നും കൂടെ, എന്റെ പേര് ഷൗജത്താണ്, വണ്ടൂർ സ്വദേശിനിയാണ്. ഫാമിലി ആയിട്ട് റസാഖ് സാറും എന്റെ ഹസ്ബൻഡ് വളരെ ഇഷ്ടമായിട്ട് എന്റെ ബാക്ക് ബോൺ ആയിട്ട് എന്നെ കട്ടക്ക് സപ്പോർട്ട് ചെയ്ത് എന്റെ കൂടെ രാവും പകലും. കാരണം ഒരു ലേഡിയുടെ ഏറ്റവും വലിയ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ലേഡീസൊക്കെ അവരുടെ ആ ഒരു പരിമിതികൾ എന്റെ വീട്ടില് എനിക്കൊരു സപ്പോർട്ട് കിട്ടിയെങ്കിൽ എന്ന് പറയുന്ന ധാരാളം ലേഡീസിനെ ഞാൻ കേട്ടിട്ടുണ്ട്. മേഡം നിങ്ങളെയൊക്കെ പോലെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഭാഗ്യമായിരുന്നു. കാരണം അത്രയും എനിക്ക് ഭാഗ്യമാണ്. കാരണം എന്താ വെച്ചാൽ എന്റെ കൂടെ ഒരു ഈഗോ ഒന്നും ഇല്ലാണ്ട്, കാരണം എന്താ വെച്ചാൽ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് പല ആൾക്കും പല കഴിവുകളാണ്. അപ്പോ ആ ഒരു കഴിവിനെ എന്നിലെ കഴിവിനെ ഉയർത്തിയെടുക്കാനും നീ ചെയ്താൽ മതി, നീ മുന്നോട്ട് നിൽക്ക് എന്നുള്ള രൂപത്തിൽ എന്നെ മുൻനിർത്തി എല്ലാം എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ച് എന്നെ സപ്പോർട്ട് ചെയ്ത് എന്റെ ഹസ്ബൻഡിനും അതുപോലെ തന്നെ രക്ഷിതാക്കൾക്കും, അതിലുപരി എന്റെ അപ്ലൈസ്, അതായത് എന്റെ മെന്ററും എന്റെ റോൾ മോഡൽ ആയിട്ടുള്ള ഐഷ മേഡം, മെന്ററിൽ നിൽക്കുന്ന എന്നെ രാവും പകലും സപ്പോർട്ട് ചെയ്യുന്ന ഗ്രേറ്റ് ലീഡർ, അഭിമാനമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന സ്വകാര്യം അഹങ്കാരം എന്ന് തന്നെ പറയാൻ പറ്റും നിഷാന്ത് സാറിനും ഈ അവസരത്തിൽ ഞാൻ കടപ്പാടും അറിയിക്കുകയാണ്. എന്തായാലും വണ്ടർഫുൾ. ഗുഡ് മോർണിംഗ്. നമുക്കറിയാം, നമ്മൾ ഈ ബിസിനസ്സിൽ വന്നിട്ടുള്ളത് പല ആളുകളും പല രീതിയിലല്ലേ, പല ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും കൊണ്ടാണ്. നമ്മൾ ഈ ഒരു ബിസിനസിന്റെ വലിപ്പം അറിഞ്ഞിട്ടോ ഇതിന്റെ നോളജ് കൊണ്ട് അല്ലെങ്കിൽ ഇതിനെ കുറിച്ച് പഠിച്ചിട്ടോ അറിഞ്ഞിട്ടോ അല്ല വരിക. വന്നതിന് ശേഷമാണ് നമുക്ക് ഇതിനെ കുറിച്ചുള്ള ഒരുപാട് പ്രോഗ്രാം അറ്റൻഡ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു ബിസിനസ് എന്താണെങ്കിലും ഇതിനെ സ്നേഹിക്കാനും പഠിക്കാനും പ്രവർത്തിക്കാനും നമ്മൾ തയ്യാറാകുന്നത്. ഇതൊക്കെ ആഴ്ന്നിറങ്ങി ചെല്ലുമ്പോഴാണ് ഇതിനെ കൂടുതൽ നമ്മൾ സ്നേഹിക്കുക. എപ്പോഴും ഞാൻ പറയും, മൈലേജ് ബിസിനസിനെ എത്ര കണ്ടില്ലെങ്കിൽ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എത്രത്തോളം സ്നേഹിക്കുന്നോ ആ വ്യക്തിക്ക് ഈ ബിസിനസ് കഷ്ടപ്പാടറിയാതെ, നമുക്ക് സ്ട്രഗിളിങ് ഉണ്ടെങ്കിലും അതിന്റെ ആ ഒരു കഷ്ടപ്പാടറിയാതെ ഈ ബിസിനസ്സിനെ നമ്മളെ നെഞ്ചോട് ചേർത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനെ അത്രയും സ്മൂത്ത് ആയിട്ടും പാഷനായിട്ടും ഇതിന്റെ കൂടെ നിൽക്കാൻ കഴിയുള്ളൂ. അല്ലാത്ത ആളുകൾക്ക് കഷ്ടപ്പാടാണ്, സ്ട്രഗ്ലിംഗ് ആണ് എന്ന് പറഞ്ഞ് പല ആളുകളും ഇതിനെ നിർത്തി പോവാറുണ്ട് അല്ലെ. നമുക്കറിയാം എന്താണ് ഈ ഒരു ബിസിനസ്, നമ്മൾ എന്തുകൊണ്ടാണ് ഈ ബിസിനസ്സിൽ വരുന്നത്, എന്തുകൊണ്ടാണ് നമ്മൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്കുള്ള ബെനിഫിറ്റുകൾ അല്ലെ. നമ്മൾ പലപ്പോഴും പല ആളുകളും മനസ്സിലാക്കുന്നത് അത്രയും വലിയൊരു ഇൻഡസ്ട്രിയിൽ ഞാൻ വന്നത് ഭാഗ്യമായി. കാരണം ഞാൻ കുറച്ച് നേരത്തെ, എന്നെ സംബന്ധിച്ച് ഞാൻ ആഗ്രഹിക്കാറുണ്ട് കുറച്ചും കൂടെ ഒരു 5 വർഷം മുമ്പേ ഞങ്ങൾ കിട്ടിയെങ്കിൽ ഞാൻ ആഗ്രഹിച്ചു പോയിട്ടുള്ള പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം, നമുക്ക് ഈ ഒരു ബിസിനസ് കെട്ടിപ്പൊക്കിയാൽ നമുക്ക് കിട്ടുന്ന ഒരുപാട് ഗുണങ്ങളുണ്ട് അല്ലെ. നമുക്കറിയാം, നമ്മളൊരു എക്സ്ട്രാ വരുമാനം, അതിന് തന്നെ ഒരു അധിക വരുമാനത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ഈ ഓപ്പർച്യൂണിറ്റി ഏറ്റെടുത്തിട്ടുള്ളത്. നമ്മുടെ ഒരു രണ്ടാമത്തെ ഒരു ഡബിൾ വരുമാനത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ എല്ലാവരും ഈ ബിസിനസ്സിൽ വന്നിട്ടുള്ളത് അല്ലെ. നിലവിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്, ബിസിനസിന്റെ ബ്യൂട്ടി മനസ്സിലാക്കി അല്ലെങ്കിൽ സാധ്യത മനസ്സിലാക്കി നിലവിലുള്ള ജോലി റിസൈൻ ചെയ്ത് ഈ ബിസിനസ്സിൽ സ്പീഡായിട്ട് ചെയ്യുന്ന ആളുകളുണ്ട് അല്ലെ. അപ്പൊ നമ്മളൊരു എക്സ്ട്രാ വരുമാനം ആഗ്രഹിച്ചിട്ടാണ്, ഒരു എക്സ്ട്രാ ഇൻകം നമുക്ക് കിട്ടും ഈ ബിസിനസ് സീരിയസ് ആയിട്ട് ഏറ്റെടുത്താൽ. നമുക്കറിയാം, അതുപോലെ തന്നെ നമുക്കറിയാം നമ്മളെ സാമ്പത്തിക ഫിനാൻഷ്യലി ഫ്രീഡം അല്ലെ, അത് നമുക്ക് ആസ്വദിക്കാൻ കഴിയും ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ. ധനികനും സമ്പന്നനും ആകാം അല്ലെ. എത്രത്തോളം നമ്മൾ ആഗ്രഹിക്കുന്നോ അത്രത്തോളം നമുക്ക് ഇതിൽ ഫിനാൻഷ്യലി ഫ്രീഡം. കാരണം ഏതൊരാളുടെയും ആഗ്രഹമാണ്, നമുക്കറിയാം, എനിക്ക് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരാഴ്ചയിൽ 2,10,000 വാങ്ങാനുപരി ഒരു എല്ലാ വീക്കിലും 2,10,000 ഏൺ ചെയ്യാന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ ഡ്രീം. അതിലുപരി എന്റെ ടീമിലുള്ള ആളുകൾക്കും അത് വാങ്ങിക്കൊടുക്കുകയാണ് അല്ലെ.
നമുക്കിപ്പോ ഒരു ആഗ്രഹങ്ങൾ സ്വപ്നങ്ങൾ കൂടുതൽ ഒരിക്കലും നമ്മളെ സ്വപ്നങ്ങൾ സ്വപ്നം നിൽക്കുന്ന ഒരു വ്യക്തി ഡെഡ് ബോഡിക്ക് തുല്യമാണെന്നാണ് ഞാൻ പറയാം. കാരണം സ്വപ്നങ്ങളില്ലാത്ത വ്യക്തി ബിസിനസ് ചെയ്യാൻ അർഹനല്ല, അല്ലെ? അപ്പൊ നമ്മുടെ സ്വപ്നങ്ങളുടെ വലിപ്പം കൂട്ടിക്കൊണ്ടേയിരിക്കണം. അപ്പൊ നമ്മള് ഒരു എക്സ്ട്രാ ഇൻകം, അതുപോലെ തന്നെ ഫിനാൻഷ്യലി ഫ്രീഡം, അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തില്, അല്ലെ, നമ്മുടെ തലമുറയിലേക്ക് നമ്മുടെ തലമുറകളുടെ സുരക്ഷ നമുക്കറിയാലോ, നമ്മൾ നോമിനേഷൻ ഫെസിലിറ്റി, അല്ലെ? അപ്പൊ ആ ഒരു തലമുറയുടെ സേഫ്റ്റി അല്ലെങ്കിൽ തലമുറയുടെ സുരക്ഷ ഉറപ്പാക്കുക, അതും കൂടെ ഈ ഒരു ബിസിനസ് നമുക്ക് കിട്ടുന്നുണ്ട്, അല്ലെ? നമുക്കറിയാം സി നായർ, നായർ, അതുപോലെ തന്നെ അശോകൻ സാറ്, ഇവരൊക്കെ ഈ ഒരു മണ്ണ് പോയിട്ട് പോലും മൈ ലൈഫ് അവരുടെ കുടുംബത്തിന് ഇൻകം കൊടുക്കുന്നുണ്ട്. അവരൊരു പക്ഷേ ഈ ഒരു ബിസിനസ് ഏറ്റെടുത്ത സമയത്ത് ഒരുപാട് സ്ട്രഗിളിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാകാം. പക്ഷെ ഇന്ന് അവരുടെ ഫാമിലി അവരെ ഏത് കാലവും ഓർക്കും, അല്ലെ? എന്ന് നമ്മളെ സ്മരിക്കുന്ന ഫാമിലി, അല്ലെങ്കിൽ സന്തോഷത്തോടു കൂടി അഭിമാനത്തോടു കൂടി നമ്മളെ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഉണ്ടായത് കൊണ്ടാണല്ലോ ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ളൊരു നല്ല അടിപൊളി ഫാമിലി ആസ്വദിക്കാൻ കഴിയുന്നുള്ളൂ എന്നുള്ളത് നമ്മുടെ ഫാമിലി ഇന്നും നമ്മളെ എന്താ പറയാ സ്വപ്നം കാണലി നമ്മൾ മറക്കൂല. അല്ലാത്ത എന്നും കടവും കള്ളി ഉണ്ടാക്കിയ ഒരു വ്യക്തി മരിച്ചു പോയി കഴിഞ്ഞാൽ കഷ്ടം, അല്ലെങ്കിൽ എന്താ പറയാ ഉണ്ടാക്കിയ സമയത്ത് ഒരു നല്ലൊരു കാര്യം ഉണ്ടാക്കിയില്ല, ബാക്കിയുള്ളവരെ തലയിലൊക്കെ കെട്ടിവെച്ച് പോയില്ലേ, ഒക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ ഒരുപാട് ഫാമിലീസിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ വിഭിന്നമാണ് നമ്മുടെ ഈ ഒരു ഇൻഡസ്ട്രി. കാരണം നമ്മൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നോമിനേഷൻ നമ്മുടെ തലമുറയുടെ സേഫ്റ്റി ഉറപ്പാക്കാൻ പറ്റുന്ന ഒരു ഏറ്റവും വലിയ ഒരു ഇൻഡസ്ട്രിയാണ്. അതുപോലെ തന്നെ ഈ ഒരു ബിസിനസ്സിൽ ഏറ്റവും വലിയൊരു പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ് നമ്മുടെ ബോസ്, അല്ലെ? നമുക്കാരാ ബോസ്? നമ്മൾ തന്നെയാണ്. ഇതിൽ ബോസ് ഇല്ല എന്ന് പറയും, പക്ഷേ നമ്മൾ നമ്മളെ ബോസ് ആവണം. ആരും നമ്മളെ ഭരിക്കാനില്ല. നമ്മുടെ ഒരു പക്ഷെ അപ്ലയൻസിനോട് നേരം വെളുത്തു കഴിഞ്ഞാൽ സാർ എവിടെയാണ്, നമുക്ക് നുണ പറയാം, അല്ലെ? സാർ ഇന്ന് വലിയ തിരക്കാണ്, ഇന്ന് നിന്റെ എന്താ പറയാ മൂത്തമ്മാന്റെ മോളുടെ അല്ലെങ്കിൽ നിന്റെ വല്യച്ഛന്റെ മോള് എന്തെങ്കിലും പറഞ്ഞ് നമുക്ക്, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ കേസ് അർജന്റ് ആണ്, അല്ലെ? നമ്മുടെ അപ്ലയൻസിനോടോ ഡൗൺലൈൻസിനോടോ നമുക്ക് എക്സ്ക്യൂസ് പറയാം. പക്ഷെ ദൈവം സർവശക്തൻ എന്നുള്ള ഒരാള് മുകളിൽ ഇരുന്ന് കാണുന്നുണ്ട് നമ്മൾ ഈ ബിസിനസിനോട് എത്രത്തോളം പ്രയോറിറ്റി ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ചിരിക്കും നമ്മുടെ റിസൾട്ട്, അല്ലെ? അപ്പോ നമ്മുടെ നഷ്ടസാധ്യത കുറവാണ് നമുക്ക് ഈ ബിസിനസ്സിൽ. കാരണം കുറഞ്ഞ ചെലവിലാണ് നമ്മൾ ഈ ഒരു സംരംഭം ഏറ്റെടുക്കുക. ഏതൊരു ട്രഡീഷണൽ ബിസിനസ് ആയാലും നല്ല ഒരു എന്താ പറയാ ഈസി ആയിട്ട് നല്ല സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്കൊരു ഒരു ബിസിനസ് ഏറ്റെടുക്കാൻ പറ്റുന്ന, ഏറ്റവും പർച്ചേസിംഗ് ആയിട്ട് ചെയ്തിട്ട് നമുക്ക് ഏറ്റെടുക്കാൻ പറ്റുന്ന, അതായത് നമ്മൾ കൊടുക്കുന്നതിനേക്കാൾ മൂല്യമുള്ള ഉൽപ്പന്നം കിട്ടിയിട്ടാണ് നമുക്ക് ഈ ബിസിനസ് ഏറ്റെടുക്കാൻ പറ്റുക. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ തന്നെയാണ് നമ്മുടെ ബോസ്. നമ്മൾ എങ്ങനെയാണ് നമ്മളെ എന്താ പറയാ ഈ ഒരു ബിസിനസ്സിലെ ഇൻകം നമ്മൾ ആഗ്രഹിക്കുന്നത്, നമ്മൾ എത്രത്തോളം ഉയരണം നമ്മൾ ആഗ്രഹിക്കാനും നമുക്ക് തീരുമാനിക്കാനും നമ്മുടെ എല്ലാ നമ്മളുടെ ഡിസൈൻ അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാവണം എന്ന് തീരുമാനിക്കാൻ അർഹത അല്ലെ അവകാശം നമുക്ക് തന്നെ ഉണ്ട്, അല്ലെ? നമ്മുടെ അപ്ലയൻസിനൊക്കെ ഒരു പരിധി വരെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനും അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും പറഞ്ഞു തരാനും പറ്റുള്ളൂ. പക്ഷെ നമ്മുടെ ബോസ് നമ്മൾ തന്നെയാണ് ഒരു വിധത്തിൽ, അല്ലെ? അതുപോലെ തന്നെ നമുക്കറിയാൻ പറ്റും, നമ്മളുടെ ആഗ്രഹിച്ച നമ്മളുടെ ഒരു ഡ്രീം, അല്ലെങ്കിൽ നല്ലൊരു അടിപൊളി വീടോ, അല്ലെങ്കിൽ നമ്മൾ അല്ലെ എന്താണെങ്കിലും നമ്മളൊരു നല്ലൊരു ലൈഫ് സ്റ്റൈൽ, നല്ല ലൈഫ് സ്റ്റൈൽ കെട്ടിപ്പൊക്കാനേ ഒരു ബിസിനസ്സിലൂടെ പറ്റും, അല്ലെ? ഞാൻ പറയുന്നത് നമ്മുടെ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റുകളാണ് കേട്ടോ. ഭാവിയിൽ നമ്മൾ ഈ ബിസിനസ് സീരിയസ് ആയിട്ട് ഏറ്റെടുത്താൽ, സിസ്റ്റം പറയുന്നത് പോലെ മുന്നോട്ട് കൊണ്ടുപോയാൽ പറ്റുന്ന ബെനിഫിറ്റുകളാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഏത് സ്ക്വയർ ഫീറ്റ് വീട് കെട്ടിപ്പൊക്കാനും അതുപോലെ തന്നെ ഫാമിലിയിൽ ചെയ്തു കൊടുക്കാനും നമുക്ക് ആഗ്രഹിച്ച കാര്യങ്ങൾ ഏത് കാര്യങ്ങളായാലും ചാരിറ്റി ആയാലും ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ്. അതുപോലെ തന്നെ ലോകത്ത് അല്ലെങ്കിൽ ലോകത്ത് എവിടെ നമ്മൾ ആഗ്രഹിച്ച സ്ഥലങ്ങൾ നമുക്ക് കാണുന്നുണ്ടെങ്കിൽ അത് ആർഭാടപൂർവ്വം അല്ലെങ്കിൽ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് നമുക്ക് പോവാവുന്ന ഒരു ഇൻഡസ്ട്രി. കാരണം എന്താ വെച്ചാൽ ആണെന്നുണ്ടെങ്കിൽ ഏത് സ്ഥലത്തും നമുക്ക് ഒരു എൻജോയ് ചെയ്തിട്ട് നമുക്ക് ലോകം ചുറ്റിക്കറങ്ങാൻ പറ്റൂല. കാരണം പോകുന്ന സമയത്ത് നമ്മൾ ആദ്യം നോക്കുക നമ്മളെ കയ്യിൽ എത്ര ക്യാഷ് ഉണ്ട്, അതിനനുസരിച്ചാണ് നമ്മുടെ ലോങ് നമ്മൾ ഡിസൈഡ് ചെയ്യുക. കാരണം ഇത്ര സമയത്ത് ഇത് അവിടെ പോകണമെങ്കിൽ ഇത്ര റണ്ണിങ് ചാർജ്, അവിടെ നിന്ന് അതിന്റെ റൂമിന്റെ എക്സ്പെൻസ്, അവിടുത്തെ എന്താ പറയാ നമ്മുടെ ഫുഡ്, അല്ലെ? ഇതൊക്കെ നോക്കിയിട്ടാണ് നമുക്കറിയാൻ പറ്റും. ഇപ്പൊ നമ്മുടെ മുകളിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഉയർന്നു വന്ന ലീഡേഴ്സ് ഒക്കെ അടിപൊളിയായിട്ട്, ഇപ്പൊ ഉദാഹരണം സാറ് തന്നെ ലൈഫ് ആസ്വദിക്കാൻ എൻജോയ് ചെയ്യാണ്. അപ്പോ ഇതൊക്കെ നമ്മളെ മുന്നിൽ കാണിച്ചു തരുന്ന ഒരു മാതൃകയാണ്. പക്ഷെ ഈ ഒരു ബിസിനസ്സിലൂടെയുള്ള ബ്യൂട്ടിയെ നമുക്കും ചെയ്യാം എന്നുള്ളത് നമ്മുടെ മുൻനിരയിൽ നിന്ന് നമ്മളെ ലീഡേഴ്സ്, വിജയിച്ചു പോകുന്ന ലീഡേഴ്സ്, ഇപ്പൊ പലപ്പോഴും കാർട്ടൂണിൽ ഞാൻ കണ്ടിട്ടുണ്ട് ചില അല്ലെ ഒരു വ്യക്തി അദ്ദേഹത്തിന് ഏൺ ചെയ്തൊരു ഒരു മൊമെന്റോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ഏണിങ്സ് ആയിട്ടും അദ്ദേഹത്തിന്റെ ആ ഒരു
ഏറ്റവും ഒരു നെറുകയിൽ കയറി നിൽക്കുന്ന സമയത്ത് എല്ലാവരും കാണുള്ളൂ. പക്ഷെ അദ്ദേഹം ചവിട്ട കുപ്പിച്ചില്ലും താണ്ടി പോകുന്നില്ലേ, അതൊക്കെ ചവിട്ടി മെതിച്ച് അതിനൊക്കെ താണ്ടി തരണം ചെയ്ത് പോന്നിട്ടാണ് സക്സസിൽ എത്തിയത് എന്നുള്ളത് പല ആളുകളും അറിയില്ല. നമുക്കറിയാൻ പറ്റും നമ്മുടെ മുകളില് നമ്മുടെ ഇന്നലെയൊക്കെ വന്ന ലീഡേഴ്സ്, ഒരുപാട് ഹയർ ലീഡേഴ്സ് ഇതിൽ സക്സസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ലീഡേഴ്സ് അതിന്റെ ആ ഒരു വിജയക്കൊടി പാർപ്പിക്കുമ്പോ അവര് താണ്ടി വന്ന വഴികൾ നമ്മൾ കാണുന്നില്ല അല്ലെ. അപ്പൊ നമുക്ക് നമ്മുടെ ആ ഒരു ഏണിങ്സിൽ എത്തുന്ന സമയത്ത് നമ്മൾ ഒരുപാട് സ്ട്രഗ്ലിങ്ങൾ അനുഭവിക്കും. പക്ഷെ അവിടേക്കാണ് നമ്മൾ പലപ്പോഴും ബിസിനസ് ഇട്ട് പോവുക അല്ലെ. അതുപോലെ തന്നെ നമുക്ക് എവിടെ പോയിട്ടും ഈ ഒരു എന്താ പറയാ ബിസിനസ്സിലൂടെ നമുക്ക് ലോകത്ത് എവിടെ പോയിട്ടും എൻജോയ് ചെയ്യാം, ഫ്രീ ആയിട്ട്, ഫിനാൻഷ്യലി ഫ്രീഡത്തോട് എൻജോയ് വേദികളിൽ അല്ലെ നല്ല അടിപൊളി പെർഫോമർ ആവാം അല്ലെ. ഇപ്പൊ നമുക്കറിയാലോ പല ലീഡേഴ്സും നമുക്കറിയാം GTS-ലാണ് പ്രത്യേകമായിട്ടും. ഏതൊരു വ്യക്തിയും ഒരു TC ആയിക്കോട്ടെ, ചിലപ്പോ ഒരു TC ടീം കോർഡിനേറ്റർ ഒക്കെ സംസാരിക്കുന്ന കേട്ടാ ഒരു ITC-ന്റെ ലെവലാ അല്ലെ. അതുപോലെ തന്നെ ഇപ്പൊ ഇന്നലെ ഞാൻ പറഞ്ഞു സുഭദ്രാമ്മയുടെ ഒക്കെ ആ ഒരു റാങ്ക് എത്തുമ്പോഴേക്കും അവർ നല്ലൊരു ഹൈ പ്രൊഫഷണൽ ആയിട്ട് എന്താ പറയാ സംസാരിക്കാനുള്ള സ്കില്ലൊക്കെ നമുക്ക് ഈ ഒരു ബിസിനസ്സിനകത്തോടെ കിട്ടുക അല്ലെ. അതുപോലെ തന്നെ ഏതൊരു നിറഞ്ഞു നിൽക്കുന്ന സദസ്സാണെങ്കിലും അടിപൊളിയായിട്ട് ആ ഒരു സ്റ്റേജ് ഫിയർ ഒന്നും ഇല്ലാണ്ട് സംസാരിക്കാനും ഒക്കെ നമുക്ക് പറ്റുന്നത് ഈ ഇൻഡസ്ട്രീന്റെ കഴിവ് മാത്രമാണ്. എന്നെ സംബന്ധിച്ച് തന്നെ എനിക്ക് ഏറ്റവും വലിയ അഭിമാനമാണ്. ഞാൻ ആഗ്രഹിച്ചു, പക്ഷെ നമ്മള് എന്താ പറയാ സ്വത്ത് അല്ലെങ്കിൽ മുതല് പണം ആഗ്രഹിച്ചിട്ട് ഈ ബിസിനസ്സിൽ വന്നാലും നമ്മൾ ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ നമ്മള് എന്താ പറയാ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കുറെ സ്കില്ലുകൾ നമുക്ക് ഈ ബിസിനസ്സിൽ കിട്ടുന്നുണ്ട് അല്ലെ. സംസാരിക്കാനും ട്രെയിൻ ചെയ്യാനും കോച്ചിങ്ങും ടീച്ചിങ്ങും ഒക്കെ നമുക്ക് ഈ ഒരു ബിസിനസ്സിനകത്ത് നമ്മൾ ഇതില് ആപ്റ്റ് ആണെങ്കിൽ, നമ്മൾ അർഹനാണെങ്കിൽ, നമ്മൾ പഠിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു ബിസിനസ്സാണ്. അതുപോലെ തന്നെ ലക്ഷറി വാഹനത്തിൽ നമുക്ക് സഞ്ചരിക്കാൻ പറ്റും. ഈ ഒരു ബിസിനസിന്റെ ബ്യൂട്ടി അതാണ്. നമുക്കറിയാം ഇപ്പോ നമ്മുടെ ബിസിനസ്സിൽ തന്നെ ചെറിയ ചെറുപ്പക്കാര് മക്കൾ കയറി വരുന്നുണ്ട്. അവരോട് അവരുടെ ഡ്രീം ചോദിക്കുമ്പോ ഒന്നും വേണ്ട, എന്റെ 11 വയസ്സേ ആയിട്ടുള്ളൂ. പക്ഷെ ഞാൻ പറയാം റസാഖ് സാർ ബീഫിന്റെ മേഖലയിലായിരുന്ന സമയത്ത് മോന് ചെറിയ ഡ്രീമുകളെ ഉണ്ടായിരുന്നുള്ളൂ. കാരണം കുട്ടികളുടെ മൈൻഡിൽ തന്നെ അത് കയറുകയാണ്. കാരണം എന്താ, ഞാൻ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല, കാരണം എന്റെ ഉപ്പാടെ അടുത്ത് അല്ലെങ്കിൽ എന്റെ അച്ഛന്റെ അടുത്ത് ഈ ജോലിയുള്ളൂ, ഇത്ര സാലറി ഉള്ളൂ, ഇത്ര ഇൻകം ഉള്ളൂ, അപ്പൊ ഞാൻ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല അല്ലെ. അപ്പൊ ഒരു 11 വയസ്സിൽ എന്റെ മോന്റെ ഡ്രീം BM, അതുപോലെ തന്നെ എന്താ പറയാ ഒരുപാട് എന്തൊക്കെയാ അവന്റെ എന്താ പറയാ അവനെ അറിയുന്ന പേര് പോലും എനിക്കറിയില്ല. കാരണം ഏതൊരു വണ്ടി ഞാൻ ചോദിച്ചാലും അത് ഏത് പേരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ആ പേര്. ആയിഷ മാഡത്തിനോട് ചിലപ്പോ ഫോണിൽ സംസാരിക്കുമ്പോ മാഡം ഇന്ന റാങ്കിൽ ഇന്ന വണ്ടി എന്നൊക്കെ പറഞ്ഞ് മാഡത്തിനോട് പറഞ്ഞു കൊടുക്കണ കാണാം. അപ്പൊ ഞാൻ വിചാരിക്കും എവിടുന്നാണ് ഇതൊക്കെ. കാരണം നമ്മളെ മക്കളെ മൈൻഡിൽ പോലും, കാരണം അവന് ആ ഒരു കോൺഫിഡന്റ് കിട്ടിയത് ഞങ്ങൾ ഈ ബിസിനസ് ചെയ്ത് തുടങ്ങിയപ്പോൾ മാത്രമാണ്. കാരണം ബീഫിന്റെ മേഖല എടുത്ത സമയത്ത് മോന് ബൈക്ക് അല്ലെങ്കിൽ അതിന്റെ ചെറിയ കാര്യങ്ങൾ മാത്രമേ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോ അവന് BM, അതുപോലെ തന്നെ എന്തൊക്കെയോ എന്താ പറയാ മിനി കൂപ്പർ, അങ്ങനെ കുറെ വണ്ടികളെ പേര് പറയുന്നേക്കാം. അപ്പൊ ഓരോ റാങ്കിലും ഇന്ന വണ്ടി വേണം, അവൻ എത്ര വയസ്സാകുമ്പോ ഒരു സ്വന്തമായിട്ട് ഈ വണ്ടിയിൽ പോകണം എന്നുള്ളതൊക്കെ അല്ലെ. അപ്പൊ നമുക്ക് ലക്ഷറി വാഹനത്തിൽ നമുക്ക് സഞ്ചരിക്കാം ഈ ബിസിനസ്സിലൂടെ. അതുപോലെ തന്നെ നമുക്കറിയാം റെക്കഗ്നേഷന്, അതേപോലെ തന്നെ പദവി അല്ലെ, അംഗീകാരം, പദവി ഒക്കെ നമുക്ക് ഈ ബിസിനസ്സിൽ സ്വന്തമാക്കാം. കാരണം ഓരോ റാങ്കിലും TC ആയിക്കോട്ടെ, ATC ആയിക്കോട്ടെ, ഓരോ റാങ്കിലും റീറ്റെയിൽ ആയിക്കോട്ടെ, റിക്രൂട്ടിംഗ് ആയിക്കോട്ടെ, പല ഇതിലും നമുക്ക് ഈ ഒരു ബിസിനസ്സിൽ നമുക്ക് റെക്കഗ്നേഷൻ കിട്ടുന്നുണ്ട് അല്ലെ. അതൊക്കെ ഈ ബിസിനസ്സിൽ വന്നുകൊണ്ട് മാത്രമാണ്. ഞാൻ പറയട്ടെ, ഞാനൊരു വീട്ടമ്മയാണ്. എന്ത് രീതിയിൽ എങ്ങനെ ഹാർഡ് വർക്ക് വീട്ടിൽ ചെയ്താൽ പോലും അതിനൊരു നല്ല വാക്ക് അല്ലെ വീട്ടിൽ നിന്ന് കിട്ടാറില്ല. മക്കളെ അടുത്തുനിന്നോ അതൊരു സ്വാഭാവികമാണ്. അത് ആരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം അവര് പ്രശംസിക്കാൻ മറന്നു പോവുകയാണ്. ഇതിപ്പോ എന്താ എന്നും ചെയ്യണതല്ലേ എന്നുള്ളൊരു ലാഘവത്തോടെയാണ് പല ലേഡീസിനെയും ജെന്റ്സ് കാണുന്നത്. ഇനിയിപ്പോ ജെന്റ്സ് ആണെങ്കിൽ പോലും നേരം വെളുത്ത് വൈകുന്നേരം വരെ ജോലി എടുത്ത് വീട്ടിൽ വന്നാലും ഒരു വൈഫിന്റെ അടുത്തുനിന്ന് തിരിച്ചങ്ങോട്ടും, കാരണം അവര് ശരിക്കും പറഞ്ഞാൽ ജീവിക്കാൻ തന്നെ മറന്നു പോവുകയാണ്. അപ്പൊ പിന്നെ അതിന്റെ ഇടയിൽ അംഗീകരിക്കാൻ അല്ലെ നമ്മുടെ മനസ്സ് ചുരുങ്ങുകയാണ്. അതിന്റെ ഒന്നും ആവശ്യമില്ല, ഇതാണല്ലോ ജീവിതം, ഇതന്നെയല്ലേ എല്ലാവരും ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അതിന്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശംസിക്കാൻ തന്നെ മറന്നു പോവുകയാണ്, നമ്മുടെ ലൈഫ് മറന്നു പോകുക. പക്ഷെ ഇവിടെ എന്താണ്, ഇവിടെ കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ അല്ലെങ്കിൽ കുറഞ്ഞ എന്തെങ്കിലും ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പ്രശംസിക്കാൻ നമ്മുടെ ഓർഗനൈസേഷൻ, നമ്മുടെ കമ്പനി, നമ്മുടെ എല്ലാം റെഡിയാണ്, ലീഡേഴ്സ് ഒക്കെ അല്ലെ. അപ്പൊ അത് നമുക്ക് ഒരു താര പദവി, ഇപ്പൊ നല്ല GTS-ന് വന്ന ലീഡേഴ്സ് പറയുന്നുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ആ ഒരു ഗസ്റ്റ് ഒരു മമ്മൂട്ടിയുടെ ഒരു റെക്കഗ്നേഷൻ അല്ലെ. നമ്മൾ ആരാണ് അങ്ങനത്തെ അത്തരത്തിലുള്ള അംഗീകാരങ്ങൾ ആഗ്രഹിക്കാത്തത്? അപ്പൊ അത് ഏതൊരു വ്യക്തിയും കൊതിക്കുന്ന ഒന്നാണ് റെക്കഗ്നേഷൻ അല്ലെ. അതൊക്കെ ഈ ഒരു ബിസിനസ്സിലൂടെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും.
അതുപോലെ തന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഈ ബിസിനസ്സിൽ നമുക്ക് ഏൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാം. അതായത് നല്ല രീതിയിലാണ് ഞാൻ ഉദ്ദേശിച്ചത്, പോസിറ്റീവായിട്ട് തന്നെ എടുക്കുക. കാരണം നമ്മൾ എന്ത് ആഗ്രഹിക്കുന്നോ, നമുക്ക് ഏതൊരാളെ സഹായിക്കണോ, നമുക്ക് നമ്മുടെ ലൈഫ് നമുക്ക് തീരുമാനിക്കാം എങ്ങനെ ജീവിക്കണം അല്ലെ. നമ്മുടെ കയ്യിൽ ക്യാഷ് വന്നു കഴിഞ്ഞാൽ പല ആളുകളും പറയും എന്തുകൊണ്ടാണ്, ഇപ്പൊ ഞാൻ പറയട്ടെ, ഒരു ലോട്ടറി എടുത്ത് ഒരു ലോട്ടറി പെട്ടെന്ന് ക്യാഷ് കിട്ടുന്ന ഒരു വ്യക്തിക്ക് ആ ക്യാഷ് എന്ത് ചെയ്യണം, എങ്ങനെ അത് ഡിസൈഡ് ചെയ്യണം എന്നറിയില്ല. അതെങ്ങനെ എന്താ പറയാ ഈ മാനേജ്മെന്റ് ഉണ്ടല്ലോ, അത് മാനേജ് ചെയ്യാൻ അറിയില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഒരു ലോട്ടറി എടുത്ത വ്യക്തിനെ നമ്മൾ ഒരിക്കലും ഒരു ഒരു റിച്ച് ആയിട്ട് കാണാൻ പറ്റാത്തത് അല്ലെ. ലോട്ടറി എടുത്ത വ്യക്തികളുടെ ഒക്കെ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ റിച്ച് ആയിട്ടില്ല. കാരണം എന്താ വെച്ചാല് ഒരു ഒരു റിച്ച് അല്ലെങ്കിൽ ഒരു പുവർ ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ അടുത്ത് പെട്ടെന്ന് ക്യാഷ് കിട്ടിക്കഴിഞ്ഞാൽ അവരത് ഈ എന്താ പറയാ കൊരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയ അവസ്ഥയാവും. കാരണം അത് എങ്ങനെ മാനേജ് ചെയ്യണം എന്ന് അറിയില്ല. അതിനുവേണ്ടി നമ്മളെ ഈ ഒരു ബിസിനസ് നമ്മളെങ്ങനെ ക്യാഷ് റിക്രൂട്ട് ചെയ്യുമ്പോൾ റീറ്റെയിൽ ചെയ്യുമ്പോൾ നമ്മളെ കയ്യിൽ ക്യാഷ് ഇല്ലേ, നമുക്കറിയാലോ ഈ ബിസിനസ് കിട്ടുന്നതിനേക്കാൾ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കിട്ടുന്ന ക്യാഷ് നമുക്ക് വാല്യൂ ഉണ്ട്, മൂല്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ കയ്യിൽ കൂടുതൽ കൂടുതൽ പണം കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അത് എങ്ങനെ വിനിയോഗിക്കണം നമ്മൾ പഠിക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുമ്പോൾ ഈ ഒരു ബിസിനസ്സിൽ നിങ്ങൾ ഒന്ന് എന്താ പറയാ ആലോചിച്ച് നോക്കുക. നമ്മളെ ഈ ഒരു ബിസിനസ്സിൽ എത്ര ലെവലിൽ എത്തിക്കഴിഞ്ഞാലും ആ ക്യാഷ് ഒരു പിശുക്കനായിട്ടല്ല, പക്ഷെ ആ ക്യാഷ് ചെലവാക്കുന്നത് നല്ല അടിപൊളിയായിട്ട് നല്ല മാനേജ് ചെയ്തിട്ട് ഏത് ലീഡേഴ്സും അതിനെ വിനിയോഗിക്കുക, ദൂർത്തടിക്കുക ഒന്നും ചെയ്യൂല. കാരണം അത് കിട്ടിയതിന്റെ വില ആ ലീഡേഴ്സിന് അറിയും. അപ്പൊ അതുകൊണ്ട് തന്നെ അത് മാനേജ് ചെയ്യാനുള്ള കഴിവും ആ ലീഡേഴ്സിനുണ്ട്. അതിന് നമ്മളെ മെരുക്കി എടുക്കുക. TC ആവുമ്പോ ATC ആവുമ്പോ അല്ലെ, ഞാൻ പറഞ്ഞ സ്റ്റാർട്ടിങ്ങിലെ സ്ട്രഗ്ലിംഗ് ഉണ്ടല്ലോ, അതൊക്കെ നമ്മളെ പഠിപ്പിച്ച് സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മളെ ഏത് ലീഡേഴ്സും എത്ര വലിയ റാങ്കിലും ഹയർ റാങ്കിൽ എത്തിയാലും അവർ ആ ഒരു വിനയം, ആ ഒരു ലാളിത്യം കാത്തു സൂക്ഷിക്കുന്നത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം ഈ ബിസിനസ്സിൽ നമുക്ക് പേഴ്സണൽ ഗ്രോത്ത് അല്ലെ, അതുപോലെ തന്നെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് നമുക്ക് ഈ ഒരു ബിസിനസ്സിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾക്കായിട്ടുള്ള നമ്മുടെ കഴിവ് ഉള്ളില് മയങ്ങി കിടക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള കുറെ കഴിവുകളുണ്ട്. ഇപ്പൊ ഞാൻ പറയാം, ഒരു പൂച്ച അല്ലെങ്കിൽ അല്ലെ, ഇപ്പൊ ഞാൻ പറയാ ഈ ഒരു പൂച്ചയാണെങ്കിൽ അതിന്റെ യഥാർത്ഥ കഴിവ് അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ക്രൗര്യം നമുക്ക് കാണിക്കപ്പെടാ അതിന്റെ ആ ഒരു പ്രസവിച്ച് കിടക്കുമ്പോ അതിന്റെ കുട്ടികളുടെ അടുത്ത് ചെല്ലുമ്പോ, അല്ലെങ്കിൽ ഒരു കോഴി അല്ലെ അടവെച്ച് കിടക്കുമ്പോ അതിന്റെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ അതിന്റെ സ്വഭാവം, അതിന്റെ ഏറ്റവും വലിയ സ്കില്ല് അല്ലെങ്കിൽ ഏറ്റവും വലിയ കഴിവാണ് അപ്പൊ പുറത്തെടുക്കുക അല്ലെ. അപ്പൊ ആ ഒരു സമയം നമ്മുടെ ഉള്ളിലുള്ള കഴിവ് ആ ഒരു പുറത്തെടുക്കാൻ പറ്റുന്ന സ്കില്ല് മാക്സിമം പുറത്തെടുക്കാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രി ആണ് നമുക്കൊരു ഡയറക്ട് സെല്ലിംഗ്. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ ഒരു സമൂഹത്തിന്, രാജ്യത്തിനും അതുപോലെ തന്നെ നമുക്ക് മികച്ച ഒരു സംഭാവന കൊടുക്കാനും നല്ലൊരു പേഴ്സൺ ആയിട്ട് മാറാനും നമുക്ക് ഈ ഒരു ബിസിനസ്സിലൂടെ നമുക്ക് പറ്റും. എന്ത് ചാരിറ്റി എന്തൊക്കെയാണ് നമ്മൾ എന്തൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടോ, നമ്മൾ എന്ത് സോഷ്യൽ വർക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സമൂഹത്തിന് ചെയ്യുന്ന ഒരു സംഭാവന എന്താണെങ്കിലും, ഇപ്പൊ ചാരിറ്റി നമ്മൾ ആഗ്രഹിക്കുന്നതാണ് അല്ലെ. പല ആളുകളും നമ്മളിങ്ങനെ ഇപ്പൊ എവിടെയൊക്കെ ഇങ്ങനെ എപ്പോഴും കാണാം, നമ്മളെ എന്താ പറയാ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നത് ഇവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യൂ അല്ലെ. പലപ്പോഴും ഇപ്പൊ നമ്മുടെ ആ ഒരു സ്കാനറൊക്കെ വെച്ചിട്ട് ഇതിലേക്ക് ഇത്ര ഷെയർ ചെയ്യൂലേ, നമ്മൾ ഒരു 10ഓ 100ഓ ഒക്കെ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന അതേ നമ്മളെ കൊണ്ട് കഴിയുള്ളൂ. പക്ഷെ നമുക്ക് അതിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ആഗ്രഹമുണ്ട്. നമ്മുടെ ഒരു ക്യാഷ് അവർക്ക് ഒരു അനുഗ്രഹമായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കല്യാണത്തിന് പോകുമ്പോൾ ഇത്രയും അവിടെ വന്ന് കൊടുത്തുള്ള വ്യക്തിനേക്കാൾ കൂടുതൽ ക്യാഷ് എന്റേതാവണം എന്ന് നമുക്ക് ആഗ്രഹിക്കുന്നുണ്ട്. ആ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ നമുക്ക് ഈ ഒരു ബിസിനസ്സിലൂടെ നമുക്ക് പറ്റും. അതുപോലെ തന്നെ നമുക്കറിയാം ഈ ബിസിനസിന്റെ ഏറ്റവും വലിയ ഒരു ബ്യൂട്ടി, നേരത്തെ നമുക്ക് റിട്ടയർ ചെയ്യാം അല്ലെ. ഇപ്പോ കണ്ടില്ലേ മുബിൻ സാറ്, അദ്ദേഹത്തിന് 45, എന്റെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ 45 പ്രായമാണെന്ന് തോന്നുന്നു. പക്ഷെ അതിന്റെ ഉള്ളിൽ അദ്ദേഹം ഒരു വിരമിച്ച പോലെയാണ് അല്ലെ. എന്താ സെറ്റ്, അടിപൊളിയായിട്ട്. സാധാരണ റിട്ടയർമെന്റ് ആവണം എന്നുണ്ടെങ്കിൽ 50 വയസ്സിലെ, അപ്പോഴേക്കും ആരോഗ്യം പോയിട്ടുണ്ടാകും, ലൈഫൊക്കെ പകുതി പോയിട്ടുണ്ടാകും, മക്കളെയും പേരക്കുട്ടിയും കളിപ്പിച്ചിരിക്കുന്ന അവസ്ഥയാണ്. പക്ഷെ ആ സമയമൊക്കെ ആകുമ്പോഴേക്കും ഇവിടെ നമുക്ക് നേരത്തെ വിരമിക്കാം അല്ലെ. അടിച്ചു പൊളിച്ച് ബിസിനസ് അടിച്ചു പൊളിച്ച് ഈസി ആയിട്ട് സൂപ്പർ ആയിട്ട് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തോടൊപ്പം ഏത് അടിച്ചു പൊളിച്ചും, ഇപ്പൊ മുബീൻ സാറൊക്കെ തന്നെ അവരുടെ ഫാമിലിയുടെ കൂടെ അടിച്ചു പൊളിച്ച് ബിസിനസ് അല്ലെങ്കിൽ ജീവിതം ചെലവഴിക്കുകയാണ് അല്ലെ. അതിനൊക്കെ നമുക്ക് പറ്റും. സാധാരണ ഒരു എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ ഇതിനൊന്നും നമുക്ക് സാധ്യതയല്ല അല്ലെ. ഒരിക്കലും ഒരു വ്യക്തി കടന്ന് ഒരു എണ്ണ കറങ്ങുമ്പോഴേ ആ ഫാമിലി
മുന്നോട്ട് പോവുള്ളൂ. ആ ഒരു വ്യക്തി നിന്ന് കഴിഞ്ഞാൽ ആ കുടുംബം പറ്റ സ്റ്റോക്കായി, അല്ലെങ്കിൽ എന്താ പറയുക സ്റ്റോപ്പായി. ഇതാണ് നിലവിലുള്ള നമ്മുടെ മേഖല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ബിസിനസ് സെലക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്വതന്ത്രമായിട്ട് നമ്മൾ ഫിനാൻഷ്യലായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് നമ്മുടെ ഹോബീസ് തെരഞ്ഞെടുക്കാം. നമുക്ക് പല ആളുകൾക്ക് പല ഹോബീസാണ്. നമുക്ക് പല ഹോബീസും തെരഞ്ഞെടുക്കാം. ഈ ബിസിനസ്സിൽ നമ്മൾ ഏൺ ചെയ്ത് കഴിഞ്ഞാൽ പല പല രീതിയിലും എന്താ പറയാ നമ്മുടെ ലൈഫ്, നമ്മുടെ ഹോബീസുകൾ നമ്മൾ മാറ്റി വെച്ച്, നമ്മളെ കയ്യിൽ ക്യാഷ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു എന്താ പറയാ ഹോബീസ് നമുക്ക് തെരഞ്ഞെടുക്കാം, അല്ലെ, ആസ്വദിച്ച് തെരഞ്ഞെടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ആളുകളെ കാണാം, റിലേഷൻ കൊടുക്കാം, അല്ലെ. ഒരു ബിസിനസിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടിയാ. ഞാൻ എപ്പോഴും പറയാം, പല സ്ഥലത്ത് പോകുമ്പോൾ അവിടേക്ക് എനിക്ക് എത്തിപ്പെടാനും അവിടുത്തെ ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ആ ഒരു കമ്മ്യൂണിക്കേഷൻ വഴി കണ്ടിന്യൂസ് ആയിട്ട് അവർ നിരന്തരം അവരെ ഫോളോ അപ്പ് ചെയ്യാനും അവർ നമ്മളെ വിളിക്കാനും ഒരു സഹോദരി അല്ലെങ്കിൽ ഒരു സഹോദരൻ എന്നുള്ള രൂപത്തിൽ നമ്മളെ എപ്പോഴും ജ്യേഷ്ഠത്തി അഞ്ചത്തി രൂപത്തിൽ നമ്മളെ എന്താ പറയാ കാണാനും സംസാരിക്കാനും, അല്ലെ, നല്ല റിലേഷൻ ഉണ്ടാക്കിയെടുക്കാനും നമുക്ക് ഈ ബിസിനസ്സിലൂടെ പറ്റും. നല്ലൊരു സൗഹൃദം, നല്ലൊരു ഫ്രണ്ട്ഷിപ്പ്, അല്ലെ, നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനും, നമുക്കറിയാലോ നമ്മുടെ അപ്ലൈനെ ഡൗൺലൈൻസിനെ, അല്ലെ, നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ, അല്ലെ, നമ്മുടെ കൂടെ ടീം വന്നിട്ടുണ്ടെങ്കിൽ അവര് ഒരു 100 രൂപ അക്കൗണ്ടിക്ക് ചെല്ലണം എന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് വേണ്ടി സംസാരിക്കുന്ന നമ്മൾ ചെയ്യുന്നൊരു മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ബിസിനസ് ഈസി ആയിട്ട് സ്മൂത്ത് ആയിട്ട് ചെയ്യാം. അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു ബിസിനസ്സിലെ ഏറ്റവും വലിയ ബെനിഫിറ്റ്. ഇത് ഇങ്ങനെ ഈസി ആയിട്ട് ചെയ്യണം. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞില്ലേ ആ ഒരു കഷ്ടപ്പാട്, ഇങ്ങനെ ഈസി ആയിട്ട് എടുത്താലേ നമുക്ക് ഈ ഒരു ബിസിനസിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി ആസ്വദിച്ച് ബിസിനസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ന് കഷ്ടപ്പാടാണ്, ഈ ബിസിനസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, എന്നെ കൊണ്ട് കഴിയില്ല, എന്നെ കൊണ്ട് പറ്റില്ല, ഒരു 4 ആള് നോ പറഞ്ഞാൽ ഞാൻ സാറേ കഴിയില്ല. അത് നിങ്ങൾക്കേ പറ്റുള്ളൂ, നിങ്ങൾക്കേ അതിനുള്ള കഴിവുള്ളൂ. ഞാൻ പറയട്ടെ, ഇതിൽ പെർഫോം ചെയ്യുന്ന ആളല്ല രക്ഷപ്പെടുക, ജീവിതത്തിൽ വിജയിക്കണം എന്നുള്ള ആളാ രക്ഷപ്പെടുക. ആ വിജയിക്കണം എന്നുള്ള ആളെ ഉള്ളിൽ എല്ലാ പെർഫോമൻസ് വരും. അല്ലാതെ പെർഫോം ചെയ്യുന്ന ആളുകളല്ല ഇന്ന് രക്ഷപ്പെട്ടിട്ടുള്ളത്. അത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. നമുക്കറിയാം ഈ ഒരു ബിസിനസ്സിൽ എല്ലാവരും എന്തുകൊണ്ടാണ് ഈ ബിസിനസ്സിൽ വിജയിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ പറയാം എന്തുകൊണ്ട് വരുന്നില്ല, അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് എന്താ പറയാ ഈ ഒരു ബിസിനസ്സിൽ വരാനുള്ള നമ്മുടെ മാർഗങ്ങൾ, അല്ലെ, നമുക്കറിയാം. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈസി ആയിട്ട് വരുന്നതുകൊണ്ട് തന്നെയാണ് പല ആളുകളും പല രീതിയിൽ നിർത്തി പോകുന്നത്. അതിന്റെ ഒരു ബുദ്ധിമുട്ട് എഫേർട്ട് അറിയുന്നില്ല. കാരണം ചുരുങ്ങിയ ചെലവിൽ ഈ ബിസിനസ് തുടങ്ങാം, അല്ലെ, മറ്റുള്ളവരിൽ എന്തെങ്കിലും സാധനോ എന്തെങ്കിലും വാങ്ങിയിട്ട് നമുക്ക് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. ഒരു പർച്ചേസിംഗിലൂടെ സ്റ്റാർട്ട് ചെയ്യാണ് ഈ ബിസിനസ്. അതുകൊണ്ടൊക്കെ തന്നെ ഒരു പെയിൻ ഇല്ല, അല്ലെ. നമുക്കറിയാലോ മറ്റുള്ള ബിസിനസിന്റെ സ്ട്രഗിളിങ് എന്ന് പറഞ്ഞാൽ ഒരു ഷോപ്പ്, അല്ലെ, ഒരു ഭൂമി എടുത്ത് അവിടെ ഷോപ്പ് കെട്ടിപ്പൊക്കി അവിടുത്തെ എല്ലാ ഫർണിച്ചറും അതിലെടുത്ത്, അതുപോലെ തന്നെ കറണ്ട്, അതിൽ എല്ലാ കാര്യം ഒരുപാട് സ്ട്രഗിളിങ് ഉണ്ട്. എന്നിട്ട് അതിന് പുറമെ അതിൽ എന്താണോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ പ്രൊഡക്റ്റ് നമ്മൾ ഇറക്കി അത്, അല്ലെ, ഒരു കുറെ റൺ ചെയ്തിട്ട് അതിന്റെ ലാഭം മുതല് കിട്ടിയതിന് ശേഷമേ നമുക്ക് ലാഭം കിട്ടുള്ളൂ, അല്ലെ. ലാഭം എടുത്ത് വെക്കണം എന്നുണ്ടെങ്കിൽ വർഷങ്ങൾ കഴിയും. പക്ഷെ ഇവിടെ നമുക്ക് എന്തൊരു സിമ്പിളാ, ലാഭം തുടക്കത്തിൽ തന്നെ ലാഭമാണ്, അല്ലെ. ഈ രൂപത്തിൽ നമ്മൾ ചിന്തിക്കുന്നേ ഇല്ല. കാരണം സ്റ്റാർട്ട് ചെയ്യുന്ന വ്യക്തികളോടാട്ടോ ഞാൻ പറയുന്നത്, നിലവിൽ ചെയ്യുന്ന ആളുകളോടും കൂടി പറയണേ, ചുരുങ്ങിയ ചെലവിൽ നമുക്ക് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ എന്തെങ്കിലും ഉൽപ്പന്നം സ്റ്റാർട്ട് ചെയ്ത് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ബിസിനസ്, അതുപോലെ തന്നെ നയാ പൈസ, അല്ലെ, നമുക്ക് ഈ ബിസിനസ് ഇൻവെസ്റ്റ്മെന്റ് പറഞ്ഞ വലിയൊരു പർച്ചേസിങ്ങിലൂടെയാണ് ഈ ബിസിനസ്സിലേക്ക് നമ്മൾ വരുന്നത്. അതുപോലെ തന്നെ ചെലവില്ലാന്നുകൊണ്ട് തന്നെ നമുക്ക് ഇടക്ക് നിർത്തിയും പോവാം. എനിക്ക് തോന്നുമ്പോ ചെയ്യാം, അല്ലെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപ്ലൈനോടും ഡൗൺലൈനോടും കള്ളം പറയാം, സാറേ ഞാൻ ഇപ്പൊ എങ്ങനെയാണ് എന്റെ തീരുമാനം, ഞാൻ പാർട്ട് ടൈം ആയിട്ട് ചെയ്യാം. ചില ആളുകൾ പാർട്ട് ടൈം എന്ന് പറഞ്ഞിട്ട് പാർട്ട് ടൈം ആയിട്ടാ കാണാറേ ഇല്ല, അല്ലെ. ഒന്നും ഒരു ആക്ടിവിറ്റീസും കാണാറില്ല. എന്നാൽ മൈ ലൈഫിലുണ്ടോ? ഞാൻ മൈ ലൈഫിലാണ്, അല്ലെ. ഇങ്ങനെ പറയുന്നതിനേക്കാൾ നല്ലത് ഇത് നമുക്ക് വേണ്ടി അപ്ലൈനെ ബോധിപ്പിക്കാനോ ഡൗൺലൈൻസിനെ ബോധിപ്പിക്കാനോ അല്ല, നമുക്ക് വേണ്ടി നമ്മൾ എന്ത് ഈ ബിസിനസിന് വേണ്ടി ചെയ്യുന്നു എന്ന ഒരു ഉള്ളിൽ നമ്മൾ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുക. വേറെ ആരുമല്ല നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുക, നമ്മൾ എന്നുള്ള വ്യക്തി മാത്രമാണ് നമ്മളെ മോട്ടീവ്, അല്ലാതെ വേറെ ആരുമല്ല. ഇപ്പൊ എത്ര നമ്മൾ രാവിലെ ക്ലാസ് കേട്ടാലും, പിന്നെ എന്താ പറയാ, നമ്മൾ എത്ര മോട്ടിവേഷൻ ക്ലാസ് കേട്ടാലും, എത്ര GTS പോയാലും നമ്മുടെ മോട്ടിവേഷൻ എന്ന് പറയുന്നത് നമ്മൾ തന്നെ ആവണം, അല്ലെ. അതുപോലെ തന്നെ നമുക്കറിയാം സീറോ ഇൻവെസ്റ്റ്മെന്റിൽ
സ്റ്റാർട്ട് ചെയ്യുന്ന ബിസിനസ്സാണ്. അതുപോലെ തന്നെ നമുക്ക് ഓഫീസോ കാര്യങ്ങളോ ഈ ബിസിനസ്സിന് വേണ്ട ജീവനക്കാരോ അതുപോലെ തന്നെ പിന്നെ സ്റ്റോക്കോ ഒന്നും ആവശ്യമില്ല. നമ്മളെ വീട്ടിൽ വെച്ച് വേറെ പ്രവർത്തന ചെലവൊന്നും നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ പരമ്പരാഗത ബിസിനസിന്റെ ട്രഡീഷണൽ ബിസിനസിന്റെ ആ ഒരു ബുദ്ധിമുട്ട്, സങ്കീർണതകൾ, അല്ലെങ്കിൽ വായ്പ തിരിച്ചടവ്, അതുപോലെ തന്നെ വാടകയ്ക്ക് കൊടുക്കുക, അതുപോലെ തന്നെ ജീവനക്കാരുടെ ശമ്പളം, തൊഴിലില്ലായ്മ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് ഡെഡ് സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. ഇതൊന്നും നമുക്ക് ഇതിൽ വരുന്നില്ല. അതുകൊണ്ടാണ് ഇതിനെ ഈസി ആയിട്ട് പല ആളുകളും കാണുന്നത് അല്ലെ. അത് നമ്മളൊന്ന് ക്യാഷ് ചെലവാക്കി നമ്മുടെ സ്വന്തം ചെലവില് എന്തെങ്കിലും ഒരു സ്ഥാപനം നമ്മൾ മുന്നോട്ട് റൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പ്രയോറിറ്റി 9 മണിക്ക് നമ്മൾ ആ ഒരു 8:30ക്ക് നമ്മൾ രാവിലെ ആരും വേണ്ട നമ്മളെ എണീപ്പിക്കാന്, നമ്മൾ എണീറ്റ് കുളിച്ചൊരുങ്ങി പ്രഭാത ഭക്ഷണം കഴിച്ച് നമ്മൾ ആ ഓഫീസിൽ എത്തിയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ആ കമ്പനിയിൽ എത്തിയിരിക്കും അല്ലെ. അവിടെ പ്രയോറിറ്റി നമ്മൾ കൊടുക്കും. ഇവിടെ എന്താണ്, രാവിലെ അപ്ലയൻസ് വിളിക്കണം, ഇറങ്ങിയോ, ഇല്ല സാറേ ഇന്ന് എനിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട് അല്ലെ, അല്ലെങ്കിൽ ചെറിയൊരു ഇങ്ങനെ ഒരു വിഷയം ഉള്ളത് കൊണ്ട് ഇന്ന് ഇറങ്ങാൻ പറ്റണില്ല അല്ലെ. നമ്മളോട് തന്നെ എക്സ്ക്യൂസ് പറയാണ്. ദിവസവും നമ്മളോട് തന്നെ എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ നമ്മളെ സൗകര്യത്തിനനുസരിച്ചാണ് സമയം നമ്മൾ ക്രമം ചെയ്യണത്. അതുപോലെ തന്നെ നമുക്കറിയാം ഈ ബിസിനസ്സിൽ നമുക്ക് ഒരുപാട് സ്കില്ല് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. NGO പോലുള്ള ഒരുപാട് ട്രെയിനിങ്, ഒരുപാട് ആളുകളെ ഒന്നിച്ച് വിജയിപ്പിക്കുകയാണ് ആ ഒരു സ്കില്ല് ട്രെയിനിങ്ങിലൂടെ കിട്ടുന്നത് അല്ലെ. അതിൽ പല ആളുകളും ചില ഒരുപാട് ട്രെയിനിങ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് ഏറ്റവും ഞാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു ട്രെയിനിങ്ങിൽ കൂടുതൽ പോയിന്റ് എഴുതിയെടുക്കും പ്രോഗ്രാമിൽ, അല്ലെങ്കിൽ അടുത്തൊരു ഇതിൽ എന്റെ ടീമിനോട് എനിക്ക് പറയാം ഞാൻ ആപ്റ്റ് ആവണം എന്നുള്ള ചിന്തയാണ് എന്നെ സംബന്ധിച്ച് കൂടുതലും. കാരണം എന്താ വെച്ചാല്, അല്ലാതെ നമ്മുടെ ഒരു അപ്ലൈൻ വന്നിട്ടോ അല്ലെങ്കിൽ ഒരു വേറെ എന്തെങ്കിലും ആരെങ്കിലും വന്നിട്ടോ ചെയ്ത് തരട്ടെ എന്ന് ആഗ്രഹിച്ചിരിക്കാറില്ല. എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഞാൻ എഫേർട്ട് ഇടാൻ റെഡിയാണ് എന്നുള്ള ഒരു ചിന്ത നമ്മളൊക്കെ ഉള്ളിൽ എന്ന് വരുന്നു, അന്നേ നമുക്ക് ബിസിനസ്സിൽ വിജയിക്കാൻ പറ്റും. അതുപോലെ തന്നെ വെറും ഒരു ഷോപ്പിംഗ് ബിസിനസ് ആണ്. അതുപോലെ തന്നെ ബിസിനസ്സിന് പരിപൂർണ പിന്തുണ നൽകുന്ന പങ്കാളികൾ നമുക്കറിയാം. നമ്മുടെ ലീഡേഴ്സ് നമുക്ക് പൂർണ്ണമായിട്ടും പിന്തുണയാണ്. ഒരിക്കലും ഒരു നെഗറ്റീവ് ലീഡേഴ്സിന്റെ അടുത്ത് വരൂല അല്ലെ. നമുക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിലും അതിനെ പ്രോത്സാഹിപ്പിച്ച ലീഡേഴ്സ് കൊണ്ടുപോകാറുള്ളൂ. സാരല്ല, അത് സ്റ്റാർട്ടിങ് അല്ലേ, കുഴപ്പമില്ല, തുടങ്ങി ശരിയായിക്കോളും അല്ലെ. എന്നെ സംബന്ധിച്ചൊക്കെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പൊട്ട തെറ്റാണ്. അതുപോലെ തന്നെ പ്രോഡക്റ്റ് ഒക്കെ പറഞ്ഞിട്ടുള്ളത് എത്ര ഫാസ്റ്റ് ആയിട്ട് 10 മിനിറ്റ് കൊണ്ടൊക്കെ പ്രൊഡക്റ്റ് ഫുള്ളും നമ്മുടെ ബുക്സിലെ പ്രൊഡക്ട്സ്, കാറ്റലോഗത്തെ പ്രൊഡക്ട്സ് ഫുള്ളും ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ ആ ഒരു ബേജാറും വെപ്രാളം കൊണ്ടാണ് പറയണത്. പക്ഷെ എങ്കിൽ പോലും ലീഡേഴ്സ് സജു അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ ഒന്ന് സ്പീഡ് വർക്കാണെങ്കിൽ ഒന്നും കൂടെ മനസ്സിലാവുന്ന രൂപത്തിൽ, അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന രൂപത്തിൽ, കാരണം അത് അത്രയും പ്രോത്സാഹിപ്പിച്ചിട്ട് തന്നെയാണ് നമ്മൾ ടീം എന്ത് ചെയ്താലും നമ്മൾ പ്രോത്സാഹിപ്പിച്ച് തന്നെയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുക അല്ലെ. അല്ലെങ്കിൽ നിങ്ങൾ അത് എന്താണ് അങ്ങനെ ചെയ്തു, അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്ന് ചോദിച്ച് അവരെ നിർത്തല്ല, അത് അവരെ പ്രോത്സാഹിപ്പിച്ച് വീണ്ടും വീണ്ടും അവർക്ക് ചെയ്യാനുള്ള മോട്ടീവ് കൊടുക്കുകയാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വിജയത്തിന് നമുക്കറിയാം നമ്മുടെ ലീഡേഴ്സ് കൂടെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കുടുംബം ഒന്നടങ്കം അല്ലെ, നമ്മുടെ കുടുംബത്തിനെ പോസിറ്റീവ് ആക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം ഈ ഒരു ബിസിനസ്സിൽ വന്ന ശേഷം നമ്മൾ എന്താ ചെയ്യാം, ആദ്യം ഹോം മീറ്റിംഗ് വെക്കാനുള്ള ഏറ്റവും വലിയ കാരണം നമ്മുടെ കുടുംബത്തിനെ നമ്മൾ പോസിറ്റീവ് ആക്കുക എന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശമാണ് നമ്മുടെ ഹോം മീറ്റിങ്ങിലൂടെ നമ്മള് റിസൾട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ഹോം മീറ്റിങ്ങിന്റെ പ്രാധാന്യം നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ജോലി അല്ലെ, ചില ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്, അതിന്റെ കൂടെ തന്നെ ഈ ബിസിനസ് ശക്തമായിട്ട് കൊണ്ടുപോകുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ തുടർച്ചയായിട്ട് വരുമാനം ലഭിക്കുക അല്ലെ, ഇതൊക്കെ നമ്മുടെ ഈ ഒരു ബിസിനസിന്റെ ഏറ്റവും വലിയ ഒരു ബെനിഫിറ്റ് ആണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് പലപ്പോഴും പല ആളുകളും ബിസിനസ്സിൽ നിർത്തിപ്പോകുമ്പോ നിർത്തിപ്പോകാനുള്ള കാരണങ്ങൾ എന്താ വെച്ചാൽ, ചില ആളുകൾ ഒരു ലോട്ടറി ടിക്കറ്റ് എടുക്കുന്ന ലാഘവത്തിലാണ് ഈ ബിസിനസ് കാണുക. കുറച്ച് ഉൽപ്പന്നങ്ങൾ എടുത്തു, എന്നാ ഓക്കെ, അവര് പറഞ്ഞു കുറച്ച് ഉൽപ്പന്നങ്ങൾ എടുത്തു, ഇനി ഞാൻ വിജയിച്ചോളൂ എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കും അല്ലെ. ഒരു ഹോം മീറ്റിംഗും വെച്ചു, ഇനി ഇങ്ങനെ ആളുകൾ വന്ന് ഇങ്ങനെ വാങ്ങിപ്പോകും, എനിക്കിത് സാധനം എടുത്ത് കൊടുക്കേണ്ട പണിയേ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിക്കും. നമുക്കൊരു സ്കില്ല്, ഒരു റിസ്കും ഇല്ലാന്ന് വിചാരിച്ചിരിക്കും അല്ലെ പല ആളുകളും. ഒരു ഹോം ഷോപ്പ് എടുത്തിട്ടായാലും, ഞങ്ങളെ സംബന്ധിച്ച് ഹോം ഷോപ്പ് എടുത്തു വന്നു, പക്ഷേ ഹോം ഷോപ്പ് എടുത്തു വന്നിട്ടെങ്കിൽ പോലും ഉൽപ്പന്നങ്ങൾ ഒരുപാട് ഉപയോഗിക്കുക ചെയ്തത്. കാരണം നീം സോപ്പൊക്കെ ഒരു 10-20 ഹോം ഷോപ്പ് എടുത്ത സമയത്ത് എടുത്തത്. നീം സോപ്പൊക്കെ ഓരോ ദിവസം റസാഖ് സാറ് ബാത്റൂമിൽ പൊട്ടിച്ച് അങ്ങനെ വെക്കും, അതെടുത്ത് അങ്ങനെ കുളിക്കും. ഐഷമ്മയുടെ ചീത്ത പറഞ്ഞിട്ടാണ് അതങ്ങനെ. അത് നമ്മളെ കുറച്ചൊക്കെ ഒരു അടിപൊളി ലക്ഷറി സോപ്പാണ് റസാഖ് സാറെ, അതിങ്ങനെ വെറുതെ നമ്മളെ സാധാരണ സോപ്പിന്റെ പോലെ കുളിച്ച് ഇങ്ങനെ കഴിക്കേണ്ടതല്ല. കാരണം അത്രയേ ഉള്ളൂ റസാഖ് സാറിന്റെ കയ്യിൽ, കാരണം അത്രയും നല്ല അടിപൊളി സോപ്പാണ്. റസാഖ് സാറിനെ സംബന്ധിച്ച് എന്താണ്,
ആഹാ ഇത്രയും കാലം നമ്മള് വില കുറവുള്ള സോപ്പൊക്കെ ഇനിയെങ്കിലും അടിപൊളി സോപ്പ് തേക്കട്ടെ എന്നുള്ള രൂപത്തിലൊക്കെയാണ് റസാഖ് സാർ എടുത്തിട്ടുള്ളത്. അപ്പൊ ആ രൂപത്തില് നമ്മളെ ഉൽപ്പന്നങ്ങൾ നമ്മളെ കയ്യിൽ പല ആളുകളും ഉൽപ്പന്നങ്ങൾ എടുത്തു, ഇനി ഞാൻ രക്ഷപ്പെട്ടോളും, അല്ലെങ്കിൽ ഹോം മീറ്റിംഗ് വെച്ചു, ഇനി ഇവിടെ ഇങ്ങനെ ഇഷ്ടം പോലെ ആള് വന്ന് പ്രൊഡക്റ്റ് വാങ്ങിക്കൊണ്ടുപോയിക്കോളും, ഇനി എനിക്കൊരു പണിയില്ല, ഞാൻ ഇങ്ങനെ ഇരുന്ന് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഒരു ഹോം മീറ്റിംഗ് വെച്ചു, അല്ലെങ്കിൽ രണ്ടാള് ജോയിൻ ചെയ്തു, അവര് ഉൽപ്പന്നം എടുത്തു, ഇനി അവരങ്ങോട്ട് ചെയ്തോളും അല്ലെ. നല്ല ഒരു ഒരു എന്താ പറയാ ഒരു തെറ്റായ ധാരണ കൊണ്ട് ബിസിനസ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അതൊന്നും ഇല്ലാണ്ട് ഈ ബിസിനസ് എന്താന്നുള്ളത് ശരിക്കും നമുക്ക് പഠിക്കാൻ നമ്മൾ തയ്യാറാവണം. എന്താണ് ബിസിനസ് അല്ലെ. നമ്മളാരും ഒരിക്കലും പഠിച്ചിട്ടല്ല ഈ ഇൻഡസ്ട്രിയിൽ വരിക. എന്നെ സംബന്ധിച്ച് ഞാനൊരു സാധാരണ വീട്ടമ്മയാണ്. ബിസിനസ്സിന് പോയിട്ട് ഒരു മൊട്ടുസൂചി പോലും അത് എങ്ങനെയാ വിൽക്കുക, അല്ലെങ്കിൽ അതിനെ കുറിച്ച് എന്ത് പറയാ അല്ലെ, ഒരു ബാർഗെയിൻ പോലും എനിക്കറിയില്ല. ഒരാൾ എന്ത് വീട്ടിൽ വന്ന് ചോദിച്ചാലും എപ്പോഴും റസാഖ് സാർ എന്നെ കുറ്റം പറയും. കാരണം മേഖലയിൽ വരുന്നതിന് മുന്നേ ഒരു ബാർഗെയിനിങ് അറിയില്ല. ആരെന്ത് വന്ന് ചോദിച്ചാലും എന്നെ സംബന്ധിച്ച് എന്റെ അടുത്ത് എത്ര ക്യാഷിന് ഞാൻ ആ സാധനം വാങ്ങിയിട്ട് അവരെ പറഞ്ഞേക്കും. എന്നിട്ട് വന്നിട്ട് റസാഖ് സാർ ചോദിക്കും ഇതിന് എത്ര കൊടുത്തു ചോദിക്കും. അപ്പൊ ഞാൻ പറയും ഇത്ര രൂപക്കോ, ഏതായാലും ഒരു പൊട്ടത്തി തന്നെയാണ്, ഈ കിട്ടുന്ന ക്യാഷ് അങ്ങനെ കൊണ്ടേ മറ്റുള്ളവർക്ക് കളയെന്ന് പറഞ്ഞ് എന്നെ ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അത്ര പോലും ഒരു വിലപേശാതെയൊക്കെ വാങ്ങാനോ ഒന്നും അറിയാത്ത രൂപത്തില് ഒരു സാഹചര്യത്തിൽ ഇന്ന് ഒരുപാട് സ്കില്ലുകൾ പഠിക്കാൻ പറ്റി. പക്ഷെ ഞാൻ ഇപ്പോഴും പൂർണ്ണയല്ല, ഒരുപാട് ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട്. കാരണം ഇനിയും മാറാനുണ്ട് എന്നുള്ളത് തന്നെയാണ് എന്റെ ഏറ്റവും വലിയ ഒരു എന്താ പറയാ ആഗ്രഹം. കാരണം നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്, ആരും പൂർണ്ണരല്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ചില ആളുകൾ ഈ ബിസിനസ്സിൽ വരുമ്പോ രണ്ടോ ആളുകളെ ജോയിൻ ചെയ്ത് കാണിച്ചു കൊടുക്കും. എന്റെ ഓർഗറ്റിലും ഞാൻ കാണിച്ചു തന്നില്ലേ, ഇനി അവര് ചെയ്തോളും അല്ലെ. അപ്ലയൻസിനെ വിളിച്ചിട്ട് വർക്ക് പറയുമ്പോ ഞാൻ എപ്പോഴും പറയാറുണ്ട്, വർക്ക് പറയുമ്പോ നമ്മൾ എന്നുള്ള വ്യക്തി നമ്മൾ മാറാൻ തയ്യാറായെങ്കിൽ മാത്രമേ, നമ്മളൊക്കെ മീറ്റിങ്ങിന് പോകുന്ന സമയത്ത് നമ്മള് ലീഡേഴ്സും പല ആളുകൾ പറയും എന്നും എന്തിനാ ഈ ഒരു GTSന് വരുന്നേ, BOPക്ക് വരുന്നേ അല്ലെ. അപ്പൊ നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി, നമ്മളെ മുകളിലുള്ള നമ്മളെ ഹയർ ലീഡേഴ്സ് GTSനുണ്ടോ BOPക്ക് ഉണ്ടോ? അവരെന്തുകൊണ്ട് വരുന്നു? പിന്നെ എന്താ ഇന്നലെ മിഞ്ഞാന്നോ അല്ലെങ്കിൽ 6 മാസം മുന്നേ അല്ലെങ്കിൽ 1 വർഷം മുന്നേ ജോയിൻ ചെയ്തത് എനിക്ക് പോയാല് എന്നൊരു സിമ്പിൾ ആയിട്ടുള്ള കാര്യം നമുക്ക് ചിന്തിച്ചാൽ മതി. കാരണം നമ്മൾ അവിടെ ചെല്ലുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലീഡേഴ്സ് അവിടെ ചെയ്യുന്നുണ്ടെങ്കിൽ, വരുന്നുണ്ടെങ്കിൽ, അത് അവര് എത്ര വലിയ റാങ്കിൽ എത്തിക്കഴിഞ്ഞാലും ഇത് പങ്കെടുക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ മുബീൻ സാറിന്റെ ഒക്കെ ലെവലില് ഒരു എന്താ പറയാ TTCയോ അല്ലെങ്കിൽ അതിന് മുകളിൽ WTCയോ GTCയോ ഒക്കെ ആവുന്ന സമയത്തൊക്കെ നമുക്ക് റയർ ആയിട്ട് പങ്കെടുത്താൽ മതി. അതുവരെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രോഗ്രാമിൽ പങ്കെടുക്കണം. പ്രോഗ്രാമിനൊന്നും പങ്കെടുക്കാത്തതുകൊണ്ട് തന്നെയാണ് ആരോ കുറച്ച് സാധനം കൊടുത്തു വാങ്ങും, അവരുടെ നിർബന്ധ പ്രകാരം 1-2 പ്രോഗ്രാമിനെ ഒരു നിർബന്ധിച്ചിട്ട് പങ്കെടുക്കും. പിന്നെ എന്നെ കൊണ്ടത് പറ്റൂല അല്ലെ, ഒരു ഹോം മീറ്റിംഗ് വെക്കും, അതിൽ കാര്യമായിട്ടുള്ള റിസൾട്ട് കിട്ടൂല, അല്ലെങ്കിൽ ഫോണിലൂടെ പറയും, അത് അവർ നെഗറ്റീവ് പറഞ്ഞാൽ പിന്നെ ഇത് എനിക്ക് പറ്റിയ പരിപാടിയല്ല എന്ന് പറഞ്ഞ് നിർത്തി പോകുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലെ. ഞാൻ പറയട്ടെ, ശരിക്കും നമ്മൾ വിഡ്ഢിത്തരാണ്. നല്ലൊരു ഇൻഡസ്ട്രിയിൽ വന്നിട്ട് നമ്മുടെ കുറെ പൊട്ടത്തരം കൊണ്ട് ഈ ബിസിനസ് നിർത്തി പോകുന്ന ധാരാളം ആളുകളുണ്ട്. പക്ഷെ ഞാൻ പറയാം, അതിനൊന്നും നിൽക്കാതെ നമ്മൾ തന്നെ നമ്മുടെ ബിസിനസ് അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാന്. കാരണം നമ്മൾ കൊണ്ടുവന്ന വ്യക്തി നമ്മളെ കണ്ടിട്ടാണ് വരിക. സ്റ്റാർട്ടിങ്ങിൽ ഞാൻ എപ്പോഴും പറയും, ഞാൻ പറയാ ഞങ്ങളെ റസാഖ് സാറെ ഇനിയും കൊണ്ടുവന്നത് റസാഖ് സാറെ ഏറ്റവും ഫാമിലി ഫ്രണ്ടാണ്. ഒരു എണ്ണ മഹാവൃഗരാജ് രൂപത്തിലാണ് ഞങ്ങൾ അടുത്തേക്ക് ആ ഒരു ബിസിനസ് കയ്യിൽ വന്നത്. പക്ഷെ സ്റ്റാർട്ടിങ്ങിൽ ആ എണ്ണയും അദ്ദേഹത്തിന് ഞങ്ങൾ നോക്കിയിട്ടുണ്ട്, അദ്ദേഹം എന്താണ്, അദ്ദേഹം എവിടെയാണ്. പക്ഷെ എങ്കിൽ പോലും ആ ഒരു ബിസിനസിന്റെ സാധ്യത മനസ്സിലാക്കിയിട്ട് ഒരു BOPക്ക് പോലും എന്റെ അപ്ലൈൻ ലീഡേഴ്സ് അറിയാം ഒരു സ്ട്രഗ്ലിങ്ങോ അല്ലെങ്കിൽ ഒരു നിർബന്ധിച്ചിട്ടോ ഒരിക്കലും പിന്നെ ഒരു പ്രോഗ്രാമിന് ഞങ്ങളെ രണ്ടുപേരെയും നിർബന്ധിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല. കാരണം അന്ന് മുതൽ തന്നെ ഞാൻ എപ്പോഴും പറയും, RTC ആയത് ഇപ്പോഴാണ്, പക്ഷെ എന്റെ മൈൻഡ് എപ്പോഴും ഞാൻ വന്ന സമയത്തും അന്നും ഇന്നും ഒരുപോലെയാണ്. അന്നും RTCന്റെ പണി ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഫാസ്റ്റ് ആയിട്ട് RTC ആകാനും NTCയിലേക്കൊക്കെ പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്നത്. ടീമിനെ ക്രിയേറ്റ് ചെയ്യാനും പറ്റി. കാരണം ഇപ്പോഴും പല ആളുകളും ഒരു എന്താ പറയാ, ഞാൻ എപ്പോഴും പറയും അല്ലെ, റിച്ച് മൈൻഡ് സെറ്റും പൂർ മൈൻഡ് സെറ്റും ഞാൻ എപ്പോഴും പറയാറുണ്ട്. കാരണം എന്താ, നമ്മളെപ്പോഴും ഈ ഒരു പെട്രോൾ അടിക്കണ്ടേ, അതിന് ഇത്ര എണ്ണ വേണ്ടേ, അല്ലെങ്കിൽ എന്താ പറയാ അതിന് അവിടെ 30 രൂപ കൊടുക്കണ്ടേ, അല്ലെങ്കിൽ പോണ സമയം പോയി ബൈക്ക് വെള്ളം കുടിക്കണ്ടേ, ഫുഡ് കഴിക്കണ്ടേ, അതിനൊക്കെ ക്യാഷ് കൊടുക്കണ്ടേ, എനിക്ക് പോണീന് ഒന്നും കിട്ടില്ല, എന്നിപ്പോ ഇറങ്ങിയിട്ട് ഒന്നും നടന്നില്ല, ഒരു പ്രൊഡക്റ്റ് പോലും വിറ്റില്ല, ഒരാളെ പോലും കണ്ടില്ല, നീ നമ്മൾ ആഗ്രഹിച്ച് ജോയിൻ ചെയ്തു ഹോം ഷോപ്പ് എടുത്തു തരും പറഞ്ഞ വ്യക്തി പിറ്റേന്ന് വിളിക്കുമ്പോ അതില്ലട്ടോ ഞങ്ങൾ ഇപ്പോ ഈ ജോയിൻ ചെയ്യണില്ല അല്ലെ. ഇങ്ങനെയൊക്കെ അവസ്ഥ കേൾക്കുമ്പോ മനസ്സിൽ ഡൗൺ ആയിട്ട് ഞാൻ പറയാ ശക്തമായിട്ട് നമ്മളെ ഉള്ളിൽ ഞാൻ പറഞ്ഞു, നേരത്തെ നമ്മളെ കത്തിക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ബിസിനസ്സിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഈ ഒരു മൈൻഡ് ഞങ്ങൾക്ക് ഉണ്ടായതുകൊണ്ടാണ്
ഈ ഒരു ബിസിനസ്സിൽ ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയത്. കാരണം എന്താ വെച്ചാല് ഒരു നെഗറ്റീവും ബാധിച്ചിട്ടില്ല ഇന്ന് വരെ, ഇനി ബാധിക്കൂല. കാരണം എന്താ വെച്ചാല് ഈ ബിസിനസ്സിനെ ഞങ്ങൾ അത്രയും സീരിയസ് ആയിട്ട്, എന്താ പറയാ, ഞരമ്പ് കട്ട് ചെയ്താൽ പോലും മൈ ലൈഫിന്റെ ബ്ലഡാ വരിക എന്ന് എപ്പോഴും പറയാറുണ്ട്. കാരണം ഊണിലും ഉറക്കത്തിലും എന്ത് വന്നാലും ഈ ബിസിനസ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. കാരണം നമ്മൾ എന്ത് ഫോക്കസ് ചെയ്താലും ആ ഫോക്കസ് ആണ് വളരുക. അത് ഫോക്കസ് നമ്മൾ വേറെ എന്തിനാണോ പ്രയോറിറ്റി കൊടുക്കണേ. ഇപ്പൊ നമ്മൾ ഈ ബിസിനസ്, ഇപ്പൊ നമ്മുടെ ഈ ഒരു ഐഫ്ലൈസ് മീറ്റിൽ ഒരു ലീഡർ പറഞ്ഞ് ഞാൻ ഇപ്പോഴും എന്താ പറയാ ആ ഒരു വേർഡ് ഞാൻ ഓർത്തിരിക്കും. അദ്ദേഹം പറഞ്ഞ നല്ലൊരു പോയിന്റ് ആണ്. നമ്മൾ എന്തിനാണോ പ്രയോറിറ്റി കൊടുക്കുന്നത് ആ പ്രയോറിറ്റി വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബിസിനസ്സിന് നമ്മൾ പ്രയോറിറ്റി, കാരണം ഒരു GTS അന്ന് സാറേ എനിക്കിപ്പോ ഇന്ന് വരാൻ കഴിയില്ല, എന്റെ കല്യാണം, ഒരു മൂത്തമ്മാന്റെ കുട്ടിന്റെ അല്ലെങ്കിൽ വല്യച്ഛന്റെ കുട്ടിന്റെ ഒരു കല്യാണാണ്, അല്ലെ, കല്യാണം ഉണ്ട്, പോണ്ടാന്നൊന്നല്ല. നമ്മള് എന്നറിയോ, നമ്മളെ കൂടെ നമ്മളെ ഫാമിലി കൂടി നമ്മളെ കുറ്റം പറയുന്നുണ്ടെങ്കിൽ പോലും അവർ ഒരു പക്ഷേ നമ്മളെ ഒരു പോസിറ്റീവ് പറയുന്ന ഒരു കാലുണ്ട്. അവൻ എന്നാ കല്യാണത്തിന് വന്നപ്പോ ഈ ശ്രദ്ധിച്ചോ, ആ കല്യാണം പങ്കെടുത്തിട്ടും അവന് മണ്ടിയത് ആ മീറ്റിങ്ങിലാ, അല്ലേ? അപ്പൊ അത്രയും ഇമ്പോർട്ടന്റ് ആ മീറ്റിങ്ങിനെ അവർ കൊടുക്കുന്നുണ്ട്. നമ്മളെന്ത് ചെയ്യാം, നമ്മൾ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ വെക്കും, ബിസിനസ്സിലാണെന്നൊക്കെ തെളിയിക്കും, ഫാമിലിനെ സുഹൃത്തിനൊക്കെ തെളിയിക്കും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, മീറ്റിംഗ് നമ്മൾ സ്റ്റാറ്റസ് ഒക്കെ ഇടും, പക്ഷെ എന്ത് ചെയ്യും, മീറ്റിങ്ങിന്റെ GTSന്റെ ഒക്കെ പോസ്റ്റർ ഒക്കെ ഇടും. പക്ഷെ നമ്മളെ കാണുന്ന ബിസിനസ് പറഞ്ഞ വ്യക്തി നമ്മളെ കാണുന്ന എവിടെയാ, ഇന്നല്ലേ ഇപ്പൊ സ്റ്റാറ്റസ് ഇട്ടിരുന്നത്, പക്ഷെ ഓൻ കല്യാണത്തിലാണല്ലോ, അല്ലെ? ആ രൂപത്തിൽ നമ്മളെ കാണുന്നുണ്ടാവില്ലേ? ഞാൻ എപ്പോഴും അതാണ് ഞാൻ നോക്കി കാണുക. കാരണം വെച്ചാൽ നമ്മൾ ഈ ബിസിനസ്സിൽ സീരിയസ് പ്രയോറിറ്റി കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ബിസിനസിന്റെ ഏത് മീറ്റിങ്ങും എന്ത് ട്രെയിനിങ് ഉണ്ടെങ്കിലും നമ്മൾ അവിടെ ആരും വിളിക്കാണ്ട് എത്തിയിരിക്കും. നമ്മളെ ബിസിനസ് ആണ് നമുക്ക് തോന്നുന്നിടത്തോളം കാലം. അപ്ലൈൻഡ് ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഹൈപ്ലേസ് മീറ്റിംഗിൽ പോലും വിളിച്ചിട്ട് തന്നെ എത്തുള്ളൂ. അല്ലെങ്കിൽ GTSനാണെങ്കിലും, അല്ലെ? ഇപ്പൊ നമുക്ക് റിസ്ക് ഇല്ലാണ്ട് എന്ത് ഫ്രീ കിട്ടിയാലും നമുക്കറിയാലോ, ശുദ്ധവായുവിനും അഞ്ചല്ല, നമുക്ക് സമയത്തിനും വിലയില്ല. അതെന്തുകൊണ്ടാ? ഇത് രണ്ടും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്, അല്ലെ? അതുകൊണ്ട് തന്നെ ഒരു വിലയില്ല. പക്ഷെ ഒന്ന് നഷ്ടപ്പെട്ട് നോക്കണ്ടേ സമയം, അല്ലെ? കിട്ടിയ സമയം ഇനി നമുക്ക് നഷ്ടപ്പെടും, അല്ലെ? ഇപ്പൊ നമ്മൾ എടുത്ത ഇപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് 7 മണി, ഇനി നമുക്ക് തിരിച്ചു കിട്ടാത്തൊരു സമയം രാവിലെ 7 മണി, അതിപ്പോ ഇത്രയും ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞു, അല്ലെ? അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയാ ശുദ്ധവായു നമ്മൾ ശ്വസിച്ചത്, അല്ലെ? ഇതൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്നതുകൊണ്ട് നമുക്കൊരു വിലയില്ല. അതുപോലെ തന്നെ നമ്മളെ ലീഡേഴ്സിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന മോട്ടീവായിട്ട് വാക്കുകള്, അതുപോലെ തന്നെ നമുക്ക് കിട്ടേണ്ട ഒരുപാട് ട്രെയിനിങ്ങുകള്, കിട്ടുന്ന വാല്യുബിൾ ആയിട്ടുള്ള പിന്നെ ഒരുപാട് കാര്യങ്ങള്, ഇതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതുകൊണ്ട് ഒരു വിലയില്ല. അവിടെ കുറെ എക്സ്പെൻസ് ചെറുതല്ലേ ഉള്ളൂ. അതിന് പകരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വന്തമായിട്ട് ഒരു ബിസിനസ് ഏൺ ചെയ്യുന്ന ഒരു വ്യക്തി അവിടെ ഇൻവെസ്റ്റ്മെന്റ് നല്ല എക്സ്പെൻസ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ പ്രയോറിറ്റി ഉണ്ടാവും. ആരും വിളിക്കണ്ട. രാവിലെ അലാറം വെച്ച് അലാറം എണീക്കുന്നതിന് മുന്നേ ഇടക്കിടക്ക് എണീറ്റ് നോക്കും, സമയമായോ, ഷോപ്പിൽ എത്തണ്ടേ അല്ലെങ്കിൽ ഓഫീസിൽ എത്തണ്ടേ, അല്ലെ? ഒരു എംപ്ലോയീസിനോട് ചോദിച്ചുകൊണ്ട് വരും, അല്ലെങ്കിൽ ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു കടയിട്ട ആളുകളോട് ചോദിച്ചുകൊണ്ട് അവർ എത്ര സമയത്തിനുള്ളിൽ, അല്ലെങ്കിൽ കുറച്ച് എന്താ ടീമിനെ അല്ലെങ്കിൽ കുറച്ച് തൊഴിലാളികളെ മാനേജ് ചെയ്യുന്ന ഒരു വ്യക്തിനോട് ചോദിച്ചുകൊണ്ട്, കാരണം ആ ബോസ് അവിടെ എത്തിയിരിക്കും. ഇവിടെ എന്താണോ, ഇവിടെ നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെന്റോ അല്ലെങ്കിൽ ഒരു പ്രയോറിറ്റിയോ ഇല്ലാത്തതുകൊണ്ട് തന്നെ മറ്റു പലതിനും പ്രയോറിറ്റി കൊടുക്കുകയാണ്. കാരണം ഞാൻ ഒന്നും ചെയ്യണ്ട എന്നല്ല കേട്ടോ പറയുന്നത് നമ്മള്, പക്ഷെ ഈ പ്രയോറിറ്റി നമ്മൾ എത്രത്തോളം ഇതിന് കൊടുക്കുന്നു. റസൻ സാർ എന്നെ സംബന്ധിച്ച് ഇതിനാണ് ഞങ്ങൾ പ്രയോറിറ്റി കൊടുക്കുക. ഒരു ലീഡേഴ്സ് എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവിടെ ഞങ്ങൾ എത്തിയിരിക്കും സ്റ്റാർട്ടിങ്ങിൽ, അതൊരു എക്സ്ക്യൂസ് പറയില്ല. അത്രയും ഇമ്പോർട്ടന്റ് പറഞ്ഞാൽ ഞങ്ങള് വേണം, അല്ലെ? എപ്പോഴും പറയാം നമുക്ക്. പക്ഷെ അതിനായിട്ട് എക്സ്ക്യൂസ് പറഞ്ഞിരിക്കൂല. ഞങ്ങളെ പേഴ്സണലി എന്റെ അപ്ലയൻസിനാണല്ലോ കൂടുതലും ഞങ്ങളെ അറിയാം. കാരണം ടീമൊക്കെ ഇപ്പോഴാണ് ഞങ്ങളെ അറിയുന്നു നോക്കി കാണുന്നത്. പക്ഷെ അപ്ലയൻസ് ഞങ്ങൾ വന്നപ്പോഴേ ഞങ്ങളെ വളർച്ചയും ഞങ്ങളുടെ, അല്ലെ, രക്ഷിതാക്കളാണല്ലോ നമ്മളെ ഏറ്റവും അറിയാം. ഞാൻ എപ്പോഴും പറയും, ചില ആളുകൾക്കൊക്കെ എപ്പോഴും പറയും, ആ ടീം കണ്ടില്ല, അതൊരു എനർജി ടീമാണ്, അല്ലെ? ആ ടീം കണ്ടില്ല, അതൊരു പവർഫുൾ ടീമാണ്. നമ്മളെ അപ്ലയൻസ് ഉണ്ടല്ലോ ഒരു എനർജി ഇല്ല, ആക്റ്റീവ് ഇല്ല, അല്ലെ? ഇങ്ങനെ നോക്കി കാണാറുണ്ട്. അത് എന്തുകൊണ്ടാ ചോദിച്ചാല് നമുക്ക് നമ്മളോട് തന്നെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാ. ഞാൻ പറയട്ടെ, ഇപ്പൊ നമ്മളെ വീട്ടില് രക്ഷിതാക്കളുണ്ട്. ഇപ്പൊ മറ്റുള്ള ഒരു റിച്ച് ആയിട്ടുള്ള ഫാമിലി അല്ലെങ്കിൽ അടുത്തൊരു ഫാമിലിയിൽ നമ്മൾ ചെല്ലുന്ന സമയത്ത് അവർ നമുക്ക് തരുന്ന വാല്യൂ, അല്ലെ? മോനെ ഇരിക്കട്ടോ, കയറി ഇരിക്കട്ടോ, പിന്നെ ചായയും വെള്ളമൊക്കെ തരും. പക്ഷെ നമ്മളെ വീട്ടിൽ ആ റെസ്പെക്ട് കിട്ടിക്കൊള്ളണമെന്നില്ല, അല്ലെ? നമ്മളെ രക്ഷിതാക്കൾക്ക് നമ്മൾ എന്നും മക്കളാണ്. അവർക്ക് എപ്പോഴും നമുക്ക് ആ റെസ്പെക്ട് തന്നിട്ടും നമ്മളെ ഇരുത്താനോ അല്ലെങ്കിൽ ആ വാല്യൂ തരാനൊന്നും പറ്റില്ല, അല്ലെങ്കിൽ നമ്മളെ സഹോദരങ്ങൾക്കൊന്നും. കാരണം നമ്മൾ എന്നും കാണുന്ന ആളുകളാണ്. അപ്പൊ അവർക്ക് പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹസ്ബൻഡ് വൈഫ് അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിക്കുന്നില്ല. അത് ഉള്ളിലുണ്ടാവും, ചെയ്തോളണമെന്നില്ല, അല്ലെ? പക്ഷെ അത് വേറെ എവിടുന്നേലും കിട്ടുമ്പോ നമുക്കത് ഭയങ്കര, ആ വീട്ടിലൊക്കെ ജനിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെയൊക്കെ മക്കളായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരെ പെങ്ങളാണ് ഞാനെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരെ വൈഫാണ് ഞാനെന്നുണ്ടെങ്കിൽ, ഓ എന്തൊരു സുഖ, അല്ലെ? എങ്ങനെ ചിന്തിക്കാറുണ്ട്. പക്ഷെ എന്താണെന്നറിയോ, അവിടെ ചെല്ലുമ്പോഴേ അവിടുത്തെ സ്ട്രഗിളിങ് നമുക്ക് അറിയുള്ളൂ. കാരണം അവിടെ ജനിച്ചു, ഒരു പക്ഷെ
ഇപ്പോ ഞാൻ പറയാം, മിഞ്ഞാന്ന് നിശാന്ത് സാറിന്റെ ക്ലാസ് എടുത്ത സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, അച്ഛനും അമ്മയും ചെറുപ്പത്തിൽ ഒരുപാട് ദേഷ്യം വന്നിട്ടുണ്ട്. കാരണം ആ സമയത്ത് അദ്ദേഹം ഒരു വില്ലങ്ങനായതുകൊണ്ട് ഒരുപാട് അടിയും ചീത്തയും വഴക്കും കേട്ടിട്ടുണ്ട്. ആ സമയത്ത് രക്ഷിതാക്കളോട് ദേഷ്യം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഇന്ന് ഏറ്റവും ഞാൻ എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു എന്താ പറയാ പേഴ്സണാലിറ്റികളാണ് എന്റെ അച്ഛനും അമ്മയും എന്ന് പറഞ്ഞു. കാരണം ഇപ്പോഴാണ് അവരെ വില അറിയുന്നത് അല്ലെ. നമുക്ക് ജീവിതത്തിൽ അതുപോലെ തന്നെയാണ് നമ്മളെ അപ്ലൈൻ ലീഡേഴ്സ്. നമ്മളെ ചീത്ത പറയും, ശ്വാസിക്കുകയും ശിക്ഷിക്കുകയും ഒക്കെ ചെയ്യും. നമുക്ക് ഇഷ്ടമുള്ളതാവില്ല പറയാം. ചിലപ്പോ അപ്പുറത്തെ ലീഡേഴ്സും ക്രോസ് ലൈനിലെ ലീഡേഴ്സ് ആവും നമ്മളെ കാണുമ്പോ നിങ്ങളൊരു സംഭവാട്ടോ, നിങ്ങളൊരു സൂപ്പർ ആട്ടോ, നിങ്ങൾ അടിപൊളിയാട്ടോ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാക്കല്ലേ. അപ്പൊ അതുകൊണ്ട് ആ ടീമിനോടാവും ആ ലീഡേഴ്സിനോടാവും നമുക്ക് ഇഷ്ടം. നമ്മളെ അപ്ലയൻസ് നമ്മളെ ചിലപ്പോ അഭിനന്ദിക്കാൻ മറന്നു പോകുന്ന ചിലപ്പോ സിറ്റുവേഷൻ ഉണ്ടാവും അല്ലെ. പക്ഷെ നമ്മൾ ഈഗോ വർക്കൗട്ട് ചെയ്യാതെ ഈഗോ മുന്നോട്ട് പോകും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് സക്സസിലേക്ക് എത്താൻ കഴിയണം. കാരണം നമ്മൾ ഓരോരുത്തരും എല്ലാവർക്കും ഒരേപോലെയാണ് കഴിവ് തന്നിട്ടുള്ളത് അല്ലെ. പലർക്കും പല കഴിവാണ്, എല്ലാവർക്കും ഒരേ അവയവങ്ങളാണ്, പലർക്കും പല ചിന്താഗതിയാണ്. ഞാൻ എപ്പോഴും പറയും, നമ്മുടെ ബ്രെയിന് തലച്ചോറ് ഉറങ്ങി കിടക്കാണ്. അതിനെങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ കോഴികള് ദൈവം ചെയ്യിച്ചിട്ടുണ്ട്. പല സ്ഥലത്തും സ്കില്ലുകളുണ്ട്. ആ സ്കില്ലിനെ വളർത്തിയെടുക്കാൻ സ്കില്ല് സമയത്ത് വേണ്ട രൂപത്തിൽ ഉപയോഗിക്കുക എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. നമ്മൾ അപ്ലയൻസിൽ പരിധി വരെ പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ പ്രൊഡക്റ്റ് എടുത്ത് സംസാരിച്ചോളൂ, നിങ്ങൾ പ്ലാൻ പ്രസന്റ് ചെയ്തോളൂ, നിങ്ങൾ ഓർഡർ ഫോം ഇട്ടോളൂ, നിങ്ങൾ ജോയിനിങ് ഫോം ചെയ്തോളൂ എന്നൊക്കെ പറയും. അല്ലെങ്കിൽ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യാൻ നിങ്ങൾ ചെല്ലൂ എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മള് ശരിയാ സാറേ ഞാനൊന്ന് പോയോട്ടെ അല്ലെ. നമ്മളെ ഉള്ളിലൊരു വിശ്വാസവും കോൺഫിഡന്റും നമ്മളോട് തന്നെ ഒരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ബിസിനസ് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അല്ലാത്ത സമയത്ത് നമുക്കിത് അപ്പന്റെ ബിസിനസ്സോ മറ്റാരെയും ബിസിനസ് ആയിട്ടേ നമുക്ക് തോന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ബിസിനസ്സിൽ നമുക്ക് മുതൽ മുടക്കില്ല, ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മളൊരു 50 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്ത രൂപത്തിൽ ഈ ബിസിനസ്സിനെ കാണാം. എങ്കിലേ നമുക്ക് നമ്മുടെ ലൈഫ് ആസ്വദിക്കാനും നമുക്ക് എന്താ ഞാൻ നേരത്തെ പറഞ്ഞ ബെനിഫിറ്റുകളൊക്കെ നമുക്ക് നല്ല ലക്ഷറി വാഹനത്തിലും ലക്ഷറി ലൈഫ് സ്റ്റൈല് ഒരു പാസീവ് ഇൻകം നമ്മൾ എത്ര നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് എടുത്താലും അതിലൊരു എന്താ പറയാ ഒരു ഉറപ്പായിട്ട് നമ്മുടെ വരുമാനം മാറണമെങ്കിൽ നമ്മൾ ഇതിലുള്ള കുറെ ചെറിയ കാര്യങ്ങൾ നമ്മൾ മാറ്റാൻ തയ്യാറായെങ്കിൽ മാത്രമേ നമുക്കൊക്കെ സക്സസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ ഇതൊക്കെ രാവിലെ പറയാൻ കാരണം നമ്മളൊക്കെ സാധാരണക്കാരാണ്. ബിസിനസ് ട്രഡീഷണൽ ബിസിനസ് ചെയ്ത ആളുകൾ അവർ ആ ഒരു പ്രായോഗിക ബുദ്ധി അവരുടെ സ്വന്തം ഐഡിയ ഇതിലെടുക്കാണ്ട് എടുത്ത് പറയുന്നത് പോലെ ബിസിനസ് ചെയ്യാൻ മുന്നോട്ട് പോയാൽ മാത്രമേ, കാരണം നമ്മുടെ ഇവിടെ ഇല്ല നമ്മുടെ മോളില് നമ്മുടെ ചവിട്ട് സ്റ്റെപ്പ് മുന്നോട്ട് പോയ ആളുകൾ പറയുന്നത് കേട്ടാൽ ഞാൻ എപ്പോഴും പറയും, നിശാന്ത് സാർ പറയുന്നത് എന്താണോ അദ്ദേഹം പറയുന്നത് കണ്ണടച്ച് ഞങ്ങള് വിശ്വസിക്കും. കാരണം അത് എന്ത് പറഞ്ഞാലും മുന്നിൽ ഒരു വലിയൊരു ആഴക്കടലാണെങ്കിലും അല്ലെങ്കിൽ വലിയൊരു കുഴിയാണെങ്കിലും വലിയൊരു കിണറാണെങ്കിലും അതിലേക്ക് ചാടിക്കോ റസാക്കെ ഷൗജത്തെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചാടാൻ റെഡിയാണ്. കാരണം അദ്ദേഹം ഞങ്ങളെ എന്താ പറയാ മുന്നിൽ എന്തെങ്കിലും കണ്ടിട്ടുണ്ടാകും, അതുകൊണ്ടാണ് ചാടാൻ പറഞ്ഞിട്ടുള്ളത് എന്നുള്ള പൂർണ്ണ വിശ്വാസം ലീഡേഴ്സിനോട് സബ്മിറ്റ് ചെയ്യാൻ അവർ പറയുമ്പോൾ. കാരണം നമുക്ക് അറിയാൻ പറ്റും, ഒരു കല്ല് ആ ഒരു കല്ലായി കിടക്കുമ്പോഴല്ല, ഒരു മനോഹരമായ ശില്പാവുമ്പോഴാണ് അതിന് ഭംഗി ഉണ്ടാകുക. പക്ഷെ ആ കല്ലിൽ നിന്ന് ആ ശില്പായി മാറണമെങ്കിൽ ആ കല്ലെടുത്തുന്ന ഒരു പെയിൻ ഉണ്ട് അല്ലെ. ആ പെയിന് അത് ആ ഒരു ശില്പിക്ക് മുന്നിൽ നിന്ന് കൊടുത്താലേ ആ ഒരു ശില്പമായിട്ട് ആ കല്ലിന് രൂപപ്പെടാൻ കഴിയുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും നമ്മൾ വെറൊരു കല്ലാണെങ്കിൽ അതൊരു ശില്പമായി മാറണമെങ്കിൽ ഒരു ശില്പിക്ക് മുമ്പിൽ കൊത്തുപണികൾക്ക് നമ്മൾ നിന്നു കൊടുക്കണം. തട്ടും മുട്ടും കൊട്ടും പല ശീളും പല ഭാഗത്തും നമുക്ക് പോവാനുണ്ട്. നമ്മളെ ഉള്ളിൽ നിന്ന് പലത് പോവാനും പലത് കയറാനും ഉണ്ട്, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിലേ നമുക്ക് ഇതിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതിന് നമ്മൾ ഓരോരുത്തർക്കും നമ്മുടെ ചിന്താഗതിയിൽ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഞാൻ ഇങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഞാൻ പ്രസന്റ് ചെയ്തിട്ട് ആളുകൾ വരാത്തത്, എന്തുകൊണ്ടാണ് എനിക്ക് റിസൾട്ട് കിട്ടാത്തത് എന്നുള്ളത് നമ്മളോട് തന്നെ ചോദിക്കുക. ലീഡേഴ്സിനായിട്ട് ഇരിക്കുക, എനിക്ക് എന്തൊക്കെയാണ് സാറേ കുറവ്, ഞാൻ എന്ത് പറഞ്ഞിട്ടാണ്, ഞാൻ എന്താ ചെയ്യേണ്ടത്, എന്റെ സ്വഭാവത്തിലും എന്റെ പെരുമാറ്റത്തിലും എന്റെ ബോഡി ലാംഗ്വേജിലും എന്റെ വോയിസ് മോഡുലേഷനിൽ എന്തൊക്കെയാണോ എനിക്ക് കുറവ്, ആ കുറവ് നികത്താൻ ഞാൻ തയ്യാറാണ് സാറേ. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കാനും ചെയ്യാനും തയ്യാറാണെന്നെങ്കിൽ, സബ്മിറ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ബിസിനസ്സിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. എന്തായാലും ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല, ടൈം ഒരുപാടായി. എല്ലാവർക്കും ഇന്ന് ഇവിടെ ഐഫ്ലേസ് അറ്റൻഡ് ചെയ്ത് എല്ലാവർക്കും ഈ ബിസിനസ്സിൽ വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കഴിവും എന്താ പറയാ അതുപോലെ തന്നെ അതിനുള്ള എല്ലാ എന്താ പറയാ സ്കില്ലുകള് എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് തിങ്കളാഴ്ചയാണ്.
ഇന്ന് എല്ലാവർക്കും നല്ല ബിസിനസ് ക്ലോസ് ചെയ്യാനും നല്ല നല്ല ആളുകളെ കാണാനും നല്ല അടിപൊളിയായിട്ട് ഒരു ലീഡർഷിപ്പ് വരാനും ഇന്ന് നിങ്ങളുടെ ഏതെങ്കിലും സ്കില്ല് പുറത്തെടുത്ത് ഈ പറഞ്ഞ രൂപത്തിലുള്ള ഏതെങ്കിലും സ്കില്ല് പുറത്തെടുത്ത് നിങ്ങൾക്ക് തന്നെ, കാരണം ഈ ഒരു ക്ലാസ് കേട്ട് അല്ലെങ്കിൽ ഇതിലൂടെ എനിക്കൊരു മാറ്റം കിട്ടി, ചെറിയൊരു കാര്യം മാറ്റം കിട്ടി, ഒരുപാട് വേണമെന്നില്ല, ചെറിയൊരു സംഭവം നമുക്ക് മാറാൻ കഴിഞ്ഞില്ലെങ്കിൽ ഏറ്റവും വലിയൊരു അഭിമാനമായിട്ട് നമുക്ക് മാറ്റാനും കഴിയട്ടെ. നമ്മുടെ ടീമിന്റെ കൂടെ അടിപൊളിയായിട്ട് നിന്നു കൊടുക്കാനും സപ്പോർട്ട് ചെയ്യാനും നമുക്ക് ഓരോരുത്തർക്കും മാറാൻ കഴിയട്ടെ. എല്ലാവരും വിജയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നു. നാളെ അടിപൊളി ഒരു സെഷനുമായിട്ട് വേറെ ലീഡേഴ്സ് വരുന്നുണ്ടാവും. നിങ്ങൾ ചെയ്യേണ്ടത് ഓർഗ് 1 ഓർഗ് 2 നിങ്ങൾ കേൾക്കുന്ന പോലെ നിങ്ങൾക്ക് കിട്ടുന്ന അറിവുകൾ നിങ്ങളുടെ ഓർഗ് 1 ഓർഗ് 2 ആളുകൾക്ക് കിട്ടണം, അവരും വളരണം എന്റെ കൂടെ എന്നുള്ള ഒരു ചിന്ത നമുക്ക് വേണം. അതിന് പ്രോഗ്രാമിൽ പ്രൊമോട്ട് ചെയ്യുക, ലൈഫ് ലൈസിൽ അവരെ കയറ്റുക, BOP കയറ്റുക, GTS കയറ്റുക. എന്ത് പ്രോഗ്രാം ലീഡേഴ്സ് വെക്കുന്നുണ്ടെങ്കിലും ഞാൻ ഉണ്ടാവും, എന്റെ ടീം ഉണ്ടാവും അവിടെ എന്നുള്ള ഒരു ദൃഢനിശ്ചയത്തോടു കൂടെ എല്ലാവർക്കും മാറാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.